പരിശീലനത്താൽ ഒന്നാമതായി തീരുന്ന അതാണ് അപകടമെന്ന് പറയുന്നത്. പണ്ട് നെപ്പോളിയൻ ചക്രവർത്തിയുടെ ഒരു അനുഭവം വായിച്ചിട്ടുണ്ട്. നെപ്പോളിയൻ ചെറുപ്പം മുതലേ തനിക്ക് എല്ലാറ്റിനും മേളിൽ വരണം, ഒന്നാമനാകണം, ചക്രവർത്തിയാകണം എന്നൊക്കെ ഒരു മോഹം തനിക്കുണ്ടായി. അപ്പോൾ താനൊരു കൈനോട്ടം എന്ന് പറഞ്ഞാൽ ശരിയായ അസ്ട്രോണമി സ്പിരിറ്റിനെ ഡിസൈൻ ചെയ്ത് പറയുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് ചെന്നു. അങ്ങോട്ട് ചോദിച്ചു, ഞാൻ എന്നാണ് ചക്രവർത്തിയായിത്തീരുന്നത്? അതാ ചോദ്യം. അങ്ങോട്ട് ചോദ്യമാണ്, ഞാൻ എന്നാണ് ചക്രവർത്തിയായിത്തീരുന്നത്? അപ്പോൾ ഈ മനുഷ്യനെ കൈരേഖാശാസ്ത്രമൊക്കെ അറിയാമെന്നാണ് പറയുന്നത്. എല്ലാ ശാസ്ത്രവും തെറ്റൊന്നുമല്ല കേട്ടോ, ചില ശാസ്ത്രത്തിലൊക്കെ ചില അർത്ഥങ്ങളുണ്ട്. പക്ഷേ കാപഠ്യമായ തട്ടിപ്പ് സംഘത്തിൻ്റെ പിന്നിൽ പോകുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. മനുഷ്യൻ്റെ രേഖകൾക്കുമൊക്കെ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, മനുഷ്യൻ്റെ വിരലടയാളം അവനെ വ്യത്യസ്തനാക്കി തീർക്കുന്നതാണ്. ഇതെന്നാ കണ്ടുപിടിച്ചേ? ആരംഭകാലത്തിൽ ഒപ്പിടാൻ അറിയാത്ത കാലത്തിൽ കാരണവന്മാർ വിരലുകൊണ്ട് ഒപ്പിടുമായിരുന്നു, തമ്പ് ഇംപ്രഷൻ. പിന്നെ അത് മാറി നല്ല സ്റ്റൈലിനൊപ്പൊക്കെ അല്ലേ. ഞാനും SLCക്ക് പഠിക്കുന്ന സമയത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല സ്റ്റൈലിൽ ചുണ്ടൻ വെള്ളം പോലെ എൻ്റെ പേരിൻ്റെ ഷേപ്പ് ഞാൻ ഒപ്പിട്ട് കൊടുക്കുമായിരുന്നു. രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ ഒപ്പ് മാറ്റി, കാരണം അത് നീളത്തിൽ നിന്നുണ്ടായതാണ് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ മാറ്റി വളരെ സിമ്പിളായിട്ട് രണ്ടിൽ കുറിപ്പിൽ ഇടാൻ തുടങ്ങി. അപ്പം മനുഷ്യനിൽ എപ്പോഴും അങ്ങനെ ഒരു ആസക്തിയുണ്ട്. പിന്നെ നെപ്പോളിയൻ ഇവരോട് ഈ കൈനോട്ടക്കാരോട് ചോദിച്ചു, ഞാൻ എന്നാ ചക്രവർത്തിയാകുന്നത്? അപ്പോൾ അദ്ദേഹം കൈനീട്ടാൻ പറഞ്ഞു. അപ്പം മെയിൻ അവരുടെ ശാസ്ത്രപ്രകാരം ഈ താഴേന്ന് വരുന്ന രേഖ ഈ ചൂണ്ടുവിരലിലേക്ക് കയറിയെങ്കിൽ മാത്രമേ അവൻ രാജഭരണത്തിൽ വരത്തുള്ളൂ, ഭരണകർത്താവായി തീരത്തുള്ളൂ. അത് നെപ്പോളിയൻ ഇല്ല. അപ്പം നിനക്ക് ആ രേഖയില്ല, അതുകൊണ്ട് നീ ചക്രവർത്തിയാകാൻ സാധ്യമല്ല, കാരണം രേഖ പകുതി വെച്ച് അവസാനിക്കുകയാണ്. ഉടനെ നെപ്പോളിയൻ ഒരു കത്തി എടുത്തിട്ട് ആ രേഖ മുറിച്ച് ഇവിടം വരെ കൊണ്ടുവന്നു. ഒരൊറ്റ വരി കത്തി കൊണ്ടൊരു മുറിയെ മുറിച്ചിട്ട് ഇപ്പോൾ വര നോക്കാൻ പറഞ്ഞു. നിങ്ങളല്ലേ പറഞ്ഞേ ഞാനിപ്പോൾ ആ വര പൂർത്തീകരിച്ചിരിക്കും, അതുകൊണ്ട് ഞാൻ ചക്രവർത്തിയാകും. തൻ്റെ പരിശ്രമത്തിൽ സാധിച്ചു. മനുഷ്യൻ പരിശ്രമിച്ചാൽ നടക്കുമെന്ന് വേദപുസ്തകത്തിലില്ലേ? ഉണ്ടല്ലോ. അതിന് ദൈവത്തിൻ്റെ സഹായമൊന്നും വേണമെന്നില്ല. നമ്മളോർക്കുന്ന ഒരുത്തൻ ചക്രവർത്തി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഗവർണർ ആയതുകൊണ്ടോ മന്ത്രി ആയതുകൊണ്ടോ ഇതൊക്കെ ദൈവത്താൽ ആണോ എന്ന് ചോദിച്ചാൽ ദൈവം വിട്ടുകൊടുക്കുന്നു, അവൻ്റെ ആഗ്രഹമല്ലേ. പക്ഷെ അതിലൊന്നും ദൈവം വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം നമ്മളീ പറയുന്ന പോലുള്ള ഇതൊന്നും ദൈവത്തിന് മുമ്പിൽ വലിയ കാര്യമില്ല. അങ്ങനെ എപ്പോഴും ചക്രവർത്തിയായി. ഇങ്ങനെ പലരും പരിശ്രമത്താൽ പലതും നേടാൻ കഴിയും. കാരണം എന്താ? മനുഷ്യൻ്റെ സ്വയ കഴിവുകൊണ്ടല്ല, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവ അംശമുള്ളവനായിട്ട് അവനെ സൃഷ്ടിച്ചതുകൊണ്ട് അവൻ പരിശ്രമിച്ചാൽ പലതും നടക്കും. ഇപ്പം മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ എന്താ പറയുന്നത്? നിങ്ങളുടെ ചിന്ത, പോസിറ്റീവ് ചിന്തകൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിത്തീരാൻ ആഗ്രഹിക്കുന്നതാകും എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ ക്ലാസ്സിൽ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരു ഭാഗം ശരിയുണ്ടെങ്കിലും അതിൽ മറ്റൊന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 11 തോന്നുന്ന മനുഷ്യൻ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊക്കെ അവന് സാധ്യമാകുമെന്ന് ദൈവം തന്നെ സാക്ഷി പറയുകയാണ്. മനുഷ്യൻ ആഗ്രഹിക്കുന്നവൻ എത്തിച്ചേരാൻ കഴിയും എന്ന് ദൈവം പറയുന്നുണ്ട്. കാരണം എന്താ? അവൻ സൃഷ്ടിച്ചത് ആരുടെയാണ്? ഈ വിത്തല്ലേ, വിത്ത് ഗുണം 10 ഗുണമെന്ന് പറഞ്ഞ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ തന്മാത്ര ആ മോളിക്യൂൾസ് അല്ലെങ്കിൽ അവനിൽ വസിക്കുന്നത് കൊണ്ട് അവൻ ചെയ്തൊക്കെ ചിലപ്പം സാധിച്ചെന്ന് വരും. പക്ഷേ അതിൽ ദൈവത്തിന് പങ്കാളിത്തമില്ലെങ്കിൽ അത് തകർന്നു പോകും. അതാണ് വിഷയം. ദൈവത്തെ കൂടാതെ നിങ്ങൾ പണിയുന്ന സൗധങ്ങളെല്ലാം താഴ്ത്തപ്പെട്ടു പോകും. തന്നെത്താൻ ഉയർത്തുന്ന ഏവനും താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്ന ഏവനും ഉയർത്തും. അതാണ് ഇക്വേഷൻ, ദൈവത്തിൻ്റെ ഇക്വേഷൻ അതാണ്. വായിച്ച വാക്യം 11 അധ്യായം 6 വാക്യം. ഉൽപ്പത്തി 11:6. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. നോക്കട്ടെ, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. പിന്നെ അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാണ്. മനുഷ്യന്റെ അകത്ത് ദൈവത്തിനെതിരായിട്ടൊരു ശക്തിയുണ്ട്, അത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എല്ലാ ജനിച്ചു വീഴുന്ന മനുഷ്യരിലും അവൻ്റെ അകത്ത് ഒരു എതിർ ശക്തിയുണ്ട്, പ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഫൈറ്റിംഗ് സ്പിരിറ്റ്.
അത് ദൈവത്തോട് മത്സരിക്കണം, ദൈവത്തോട് എതിർക്കണം എന്നുള്ളൊരു ആത്മാവാണ്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം, നല്ല കാര്യം പറഞ്ഞാലും പെട്ടെന്ന് അതിനെ എതിർക്കുന്നില്ലേ. ഏത് നല്ല കാര്യം വന്നാലും അതിനെ എതിർത്തില്ലാതാക്കണം എന്നുള്ളൊരു ദുഷ്ടശക്തി നമുക്ക് കാണാൻ കഴിയുന്നു ലോകത്തിൽ തന്നെ. ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്രയോ നല്ല കാര്യങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരുമ്പോഴും നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ് തന്നെ അതിനെ എതിർക്കുകയാണ്. അതവരുടെ ഒരു സ്വഭാവമാണ്. കാരണം ഇതാണ് അതിൻ്റെ ശക്തി. അതും അങ്ങനെ തന്നെയൊന്ന് വിവേചിച്ചറിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇപ്പം ഞാൻ ചിന്തിക്കും, ഈ രാഷ്ട്രീയക്കാരെ എന്തിനാ ഈ മത്സരിക്കുന്നത്? അവർ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എല്ലാ പാർട്ടിയിൽ നിന്നും കൊള്ളാവുന്നവരെ നല്ല യോഗ്യന്മാരെ എടുത്തു വെച്ചിട്ട് ഭരണം നടത്തിയാൽ പോരെ? ഇത് ഭരണപക്ഷി പറയുന്നതിനോട് ചിലത് എതിർകക്ഷി പറയുന്നതിനെ തകർക്കാൻ ഭരണകക്ഷി, ഇങ്ങനെ ജനങ്ങൾ കോമാളികളായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെയും കോമാളികളായ ജനങ്ങൾക്ക് അതാ ഇഷ്ടം. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ മറ്റൊരു ഭാഗമെന്ന് പറയുന്നതിന് നല്ല വശം ഉണ്ടെങ്കിലും ജനാധിപത്യം സക്സസ് അല്ല. ജനാധിപത്യം കൊണ്ട് വലിയ ആനക്കാര്യമാണെന്നാണ് ഇവർ പറഞ്ഞത്. അല്ല, ജനത്തിൻ്റെ ആധിപത്യം അത് തന്നെ തെറ്റാണ്. മനസ്സിലാവുന്നു? ഒരു കുടുംബത്തിൽ മാതാപിതാക്കന്മാരെന്ന് പറഞ്ഞാൽ പിതാവാണ് അവിടുത്തെ സുപ്പീരിയർ. ആ പിതാവ് പ്രാപ്തനും ശക്തനും അറിവുള്ളവനാണെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും. അതിനോട് ചേർന്ന് കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു അമ്മ, അതാണ് കുടുംബത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. സക്സസ്ഫുൾ ലൈഫ് അവിടെ തുടങ്ങുന്നത്. അവിടെ പിള്ളേരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ വിട്ടുകൊടുത്താൽ ആ പിള്ളേർ അവിടെ ഭരിക്കാൻ തുടങ്ങും. പിന്നെ അവർ പറയുന്നതനുസരിച്ച് അങ്ങനെയാണ് ഇന്നത്തെ കുടുംബങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് 2-3 പിള്ളേർ കാണും, അല്ല ഒരു കുട്ടി കാണും. അതിന് വാരിക്കോരി ആ സ്വാതന്ത്ര്യം കൊടുക്കും ചെറുപ്പത്തിലെ. നിങ്ങളാണ് നിശ്ചയിക്കേണ്ടവർ എന്ത് കഴിക്കണം. ജങ്ക് ഫുഡുകൾ പിള്ളേർക്ക് ഇഷ്ടമാണ്, കാരണം അതിന് രുചിയുണ്ട്. അത് വാങ്ങിച്ചു കൊടുത്താൽ അവർ നാളെ ഫെയിലറായി പോകും. അപ്പോൾ അത് പിള്ളേരാഗ്രഹിക്കുന്നത് നിങ്ങൾ കൊടുക്കരുത്. ജൗളിക്കര കയറി പിള്ളേരുടെ സെലക്ഷനല്ല ഡ്രസ്സ് എടുക്കേണ്ടത്, നിങ്ങളാണ് സെലക്ഷൻ കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആ സെലക്ഷൻ പവർ നിങ്ങൾക്ക് അവർക്ക് ചോയ്സിങ് കൊടുക്കുമ്പോഴും നിങ്ങൾക്കതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമോ അറിവില്ലെങ്കിൽ ആ കുടുംബം ഫെയിലറാകും. അവർ സ്കൂളിൽ പോകുമ്പോൾ ആരോട് സംസാരിക്കുന്നു, അവർ ഫോൺ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ കുട്ടികൾ നിങ്ങളെ വാഴും. അങ്ങനെയല്ല വേദോസ്തം പറയുന്നത്. കുട്ടികൾ അവരെ വാഴും, സ്ത്രീകൾ അവരെ ഭരിക്കും. അതുതന്നെ തെറ്റല്ലേ? ഭരിക്കേണ്ടത് പുരുഷനാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഭരണമല്ല. ദൈവത്തിൻ്റെ തല അല്ലെങ്കിൽ പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം, സ്ത്രീ. അപ്പോൾ അതൊരു ഇക്വേഷനാണ്. അതിന് ഓട്ടോക്രാസി എന്നാണ് പറയുന്നത്. ജനാധിപത്യമല്ല, ഡെമോക്രസി അല്ല, ഓട്ടോക്രാസി. അതേ വിജയിക്കത്തുള്ളൂ. ദൈവം, യേശുക്രിസ്തു, മനുഷ്യൻ, സ്ത്രീ, മക്കൾ. ഇതാണല്ലോ, ഇതാണ് ഓട്ടോക്രാസി എന്ന് പറയുന്നത്. പക്ഷേ ഓട്ടോക്രാസി സാത്താനുമുണ്ട്. രണ്ടും ഏകാധിപത്യ ശക്തി പോലെ തോന്നാം. പക്ഷെ ദൈവത്തിൻ്റേത് പോസിറ്റീവും പോസിബിളുമാണ്. അതിനകത്ത് പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ മറ്റത് തെറ്റായ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് ജനം കിടന്ന് കോമാളികളായിത്തീരുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ രാഷ്ട്രീയ ഭരണങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയല്ലേ. ജനാധിപത്യം അമ്പടെ പരാജയപ്പെട്ടില്ലേ? കാരണം ജനത്തിൻ്റെ ആധിപത്യമല്ല വേണ്ടത്. അത് ഒരിക്കലും സക്സസ് ആകത്തില്ല. ജനത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ ആധിപത്യം എവിടെയുണ്ടോ അത് മാത്രമേ വിജയിക്കത്തുള്ളൂ. അത് ഭൂരിപക്ഷം ആളുകൾ പറയുന്നുണ്ട് ശരിയാണെന്നുണ്ട്. ഇന്നിപ്പോൾ അങ്ങനല്ലേ? സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും ഭൂരിപക്ഷത്തെ നോക്കി പണത്തിൻ്റെ സ്വാധീനം, ശക്തി നോക്കിയിട്ട് മീഡിയാസ് കൈകാര്യം ചെയ്യുന്ന ആങ്കർ പോലും അവർക്ക് തുറന്നു പറയാൻ മടി. ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കും. ചിലപ്പോൾ സമയം കിട്ടുമ്പോൾ ഇവരുടെ ഇതെല്ലാം ശ്രദ്ധിക്കും. കാരണം മനുഷ്യൻ ഇത്രമാത്രം അതപ്പതിക്കുന്നല്ലോ. നേരെ നോക്കി പറയാൻ ചിലർക്ക് ധൈര്യമില്ല, പേടിയാണ്. സ്വാധീനം ഇല്ലാതാകും, പണം കുറയും, അല്ലെങ്കിൽ തലവെട്ടും. നിൻ്റെ ആംബിയർ പോയില്ലേ? അങ്ങനെ തലവെട്ടാൻ ദൈവം അനുവദിക്കും? വെട്ടിട്ട്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ വളരെ നിസ്സഹായാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർ പറയുന്ന അല്ല മാതാപിതാക്കന്മാർ പറയാനുള്ള ഗ്രാഹ്യം വേണം. ഏത് വയസ്സിൽ എന്ത് കൊടുക്കണം, എങ്ങനെ നടത്തണം. ഈ ഗ്രാഹ്യമില്ലാതെ നിങ്ങൾ വഴിതെറ്റിപ്പോയാൽ, അറിവില്ലാതെ പോയാൽ, വഴിതെറ്റണമെന്നില്ല, അറിവില്ലെങ്കിലും നിങ്ങളുടെ സന്തതികൾ ശരിയാകത്തില്ല. അപ്പോൾ ജനാധിപത്യമല്ല നമുക്ക് ആവശ്യം. ജനാധിപത്യത്തിൻ്റെ കാലം കഴിഞ്ഞു. ദാനിയേൽ പറയുന്നത് 10 വിരലുകൾ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ളതായ ആ സങ്കലന ഭരണം അത് പരാജയമാണ്.
എന്നാൽ ഓട്ടോക്രാസിക്ക് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ദൈവികവും ഒന്ന് സാത്താനികവും. സാത്താൻ്റെ ആഗ്രഹം ഞാൻ ഭരിക്കണം, എനിക്ക് ഭരിക്കണം. ചിലപ്പോൾ കാണത്തില്ലേ ചില ക്ലാസ്സുകളിലൊക്കെ ചില ഗുണ്ടാത്മാവുള്ളതായ ചില സഹോദരന്മാർ അവർക്കവിടെ വലിയവരായി തീരാനൊരു കസരത്ത്. ചില വീടുകളിൽ ഞങ്ങളുടെ ഫെയ്ത്തുകളൊക്കെ ചിലപ്പോൾ കാണാം. ചില ആളുകൾക്ക് ഈ ലൂസിഫറിൻ്റെ ആത്മാവ് പതുക്കെ കയറി കഴിയുമ്പോൾ അവർക്കെല്ലാവരും ഭരിക്കണം. നമുക്കും ഉണ്ട്, എനിക്ക് നിങ്ങൾക്കുമൊക്കെ ചിലപ്പോൾ കയറുന്നൊരു ആത്മാവാണ്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അപകടമാണ്. അതിനാണ് യേശുക്രിസ്തു നമുക്ക് കാണിച്ചെന്നിരിക്കുന്ന നല്ല മാതൃക. അപ്പോൾ അന്നേ അവിടെ തുടങ്ങിയിട്ടുണ്ട്. എന്താ ഈ ഒരു ശക്തി നമ്മളറിയാതെ നമ്മളിൽ ജനനത്തിൽ തന്നെ ഉണ്ട്. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ വായിച്ച വാക്യം 50-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. 51-ാം സങ്കീർത്തനം 5-ാം വാക്യം. 51-ന്റെ-5. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ നമ്മുടെ ഡാഡി മമ്മിയുടെ പേരെന്താ? പണ്ട് നമ്മൾ അപ്പച്ചമ്മച്ചെന്നൊക്കെ വിളിച്ചെടുത്തിന്ന് എന്താ പറയുന്നത്? ഡാഡി മമ്മി ഇല്ലയോ? നമ്മുടെ ഡാഡിയുടെ പേരെന്താ? വാട്സ് യുവർ ഡാഡി നെയിം? ഇനിക്കുറ്റി, അകൃത്യം. കേട്ടോ, എല്ലാവർക്കും കോമൺ ഡാഡിയാണ്. എന്താ കോമൺ ഡാഡിയുടെ പേര്? ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. അമ്മയുടെ പേര് പാപം. അപ്പം നിങ്ങളുടെ എൻ്റെ അമ്മയുടെ അപ്പൻ്റെ പേരെന്താ? നമ്മൾ പറയും ഇന്നാടത്തിന്ന അല്ലയോ? ഞാനും ചെറുപ്പത്തിൽ എൻ്റെ അപ്പനെ കുറിച്ച് വലിയ പ്രശംസിച്ച് പറയും. ഇന്നടത്തെ കുടുവായിൽ കൊച്ചിപ്പച്ചൻ്റെ മകൻ അന്തോണിച്ചൻ്റെ മകനാണ് എന്ന് പറയുമ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ പുള്ളി ഒരു അറിയപ്പെട്ട വ്യക്തിയാണ് നമുക്കൊരു. പക്ഷേ ബൈബിൾ പഠിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അപ്പനാരാ? അകൃത്യവും പാവവും. പിന്നെന്ത് പറയാൻ? ഇതാണ് നമ്മുടെ മമ്മി ഡാഡി. ആരൊക്കെയാ? പാവവും അകൃത്യവും. ദാവീദ് സമ്മതിച്ചില്ലേ? സമ്മതിപ്പിച്ചതാണ്. അവൻ രാജാവായപ്പോൾ മറന്നുപോയി. രാജാവായപ്പോൾ മൂട് മറന്നുപോയി. പഴയതങ്ങ് മറന്നു. എന്തും കാണിക്കാം, രാജസ്ഥാനത്ത് കയറി കഴിഞ്ഞാൽ എന്തും കാണിക്കാമെന്നൊരു അഹങ്കാരം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായ ദാവീദിന് പോലും തോന്നിയപ്പോൾ അവൻ അഹങ്കാരം കാണിച്ചൊരു കൊലപാതകവും വ്യഭിചാരവും ചെയ്തു. വ്യഭിചാരം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഒരു കൊലപാതകവും. ഇന്നും അങ്ങനെയല്ലേ നടക്കുന്നേ? ദൈവം വിട്ടോ? തൻ്റെ പ്രിയദാസനാണെന്നും പറഞ്ഞുകൊണ്ട് ദൈവം വിട്ടില്ലല്ലോ. നാഥാനെ കൊണ്ട് പറയിപ്പിച്ചു, ആ മനുഷ്യൻ നീ തന്നെ. ദാവീദ് ഞെട്ടിപ്പോയി. ഒരു ഭക്തനായതിനോ ഞെട്ടിപ്പോയി. താഴെ വീണങ്ങ് നിലവിളിച്ചു, ദൈവമേ എൻ്റെ പാപത്തെ കഴുകണമേ, ഈ സോപ്പ് കൊണ്ട് എന്നെ വെണ്മയാക്കണമേ. അപ്പോഴാണ് അവൻ പറഞ്ഞത്, ഞാൻ ഇന്നടത്ത് ഇന്നാരുടെ ഈശായുടെ മകനല്ല, പിന്നാരാ? ഇതാണ് എൻ്റെ സ്വഭാവം. ഇതാ ഞാൻ പാപത്തിൽ ഉരുവായി അകൃത്യത്തിൽ ഞാൻ ജനിച്ചു. ഇനി ആരും വകുപ്പൊന്നും പറയണ്ട. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ ചിലപ്പോൾ ആഗ്രഹിക്കുക ചിലപ്പോൾ സാധിച്ചെന്ന് വരും. ഇവിടെ എന്താ പറയുന്നത്? വീണ്ടും വായിച്ച് 11-ന്റെ-6, ഉൽപ്പത്തി 11-ന്റെ-6 തമിഴ് പഠിക്കുക. ആദിയാഗമം 11-ാം അധികാരം 6-ാം വചനം പഠിക്കുക. அப்பொழுது கர்த்தர், இதோ ஜனங்கள் ஒரே கூட்டமாயிருக்கிறார்கள். ജനങ്ങൾ ഒരേ കൂട്ടം. നോക്കണം, അപ്പം ഈ കൂട്ടങ്ങളൊന്നും ദൈവത്തിന് പ്രസാദമല്ല. മനസ്സിലാകാം? കൂട്ടങ്ങളോ ഭൂരിപക്ഷമൊന്നും അല്ല ദൈവത്തിൻ്റെ ലിസ്റ്റിൽ. അതുകൊണ്ട് ഭൂരിപക്ഷത്തെ കണ്ടൊന്നും നമ്മൾ ആരും സന്തോഷിക്കാനും പോകണ്ട, ഭയപ്പെടാനും പോകണ്ട. ദൈവത്തിന് ഭൂരിപക്ഷമൊന്നും വിഷയമല്ല. നോഹയുടെ കാലത്തിൽ ഭൂരിപക്ഷം ജലപ്രളയം കൊണ്ട് നശിച്ചില്ലേ? ന്യൂനപക്ഷം മാത്രമേ. ഏത് ന്യൂനപക്ഷം? ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിക്കുന്നവരല്ലേ ദൈവം സൂക്ഷിക്കണ്ടേ? ഇന്നും തന്നെ പ്രമാണം. സാത്താൻ നമ്മുടെ പഴയ മമ്മിയും ഡാഡിയും നമ്മുടെ അകത്തിരുന്നുകൊണ്ട് നമ്മളെ വലിയ കൊണ്ട് പോകും, ഇല്ലയോ? ഇന്ന് ശരീരത്തിൽ 9 രോഗമുണ്ടെങ്കിലും 1500 രൂപയുടെ ഒരു സാരി കിട്ടിക്കഴിഞ്ഞാൽ മിസ് ഇന്ത്യ ആണെന്ന് തോന്നുന്നവരില്ലയോ? ഇല്ലയോ? അതുകൊണ്ടല്ലേ ഈ വേണ്ടാത്ത വസ്ത്രമൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത്. കടമാണേലും 10,000, 1000, 1500 അതൊക്കെ പോട്ടെ. 3 ലക്ഷം രൂപയുടെ സാരി ഉണ്ടെന്നാണ് പറഞ്ഞത്. പണ്ട് കല്യാണത്തിൽ ഞാനൊരിക്കൽ കയറിയപ്പോഴേ അവിടുത്തെ ഒരാൾ പറഞ്ഞു 3 ലക്ഷം വരെയുള്ള സാരി ഉണ്ടെന്ന്. എവിടെ ഈ ചുറ്റുന്നത്? അതല്ല രസം. ഈ 3 ലക്ഷം വാങ്ങിച്ച് ചുറ്റുന്നത് ഈ സെപ്റ്റി ടാങ്കിന് പുറത്തല്ലേ? ആണോ സാബു?
അതിന് ഇത്രയും വില വേണോ? പറ. അതും പണ്ടൊക്കെ ആൾക്കാരെ കണ്ട സെപ്റ്റി ടാങ്ക് കുറവായിരുന്നു. ഇപ്പം എല്ലാവരും സെപ്റ്റി, ഒന്നാമത് ഈ ജങ്ക് ഫുഡ്സൊക്കെ അടിക്കുകയല്ലേ. പിള്ളേരെ കണ്ടില്ല, ഇങ്ങനെ ബൊമ്മ മാതിരി ഇരിക്കും. കഴിഞ്ഞ ദിവസം ഒരു മെലിഞ്ഞ 2 പിള്ളേരെ കൊണ്ട് ഒരു ഫാമിലി എൻ്റെ അടുത്ത് വന്നു, ബാംഗ്ലൂരിൽ നിന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ബാംഗ്ലൂരിലെ പിള്ളേരൊന്നും ഇങ്ങനെയല്ലല്ലോ. അത് ഞങ്ങൾ വളരെ കരുതലോടെ, അവർക്ക് ജങ്ക് ഫുഡ്സ് ഒന്നും കൊടുക്കാറില്ല, വളരെ കൃത്യമായിട്ട് എന്ത് കൊടുക്കണമെന്നുള്ളത് ഞങ്ങൾ നിശ്ചയിച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോഴും മെലിഞ്ഞിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥകൾ. അപ്പോൾ ഇവിടെ പറയുന്നത് വീണ്ടും വായിച്ച്, அப்பொழுது கர்த்தர் இதோ ஜனங்கள் ஒரே கூட்டமாயிருக்கிறது, ജനങ്ങൾ ഒരേ കൂട്ടമായിരിക്കരുത്, அவர்கள் அனைவருக்கும் ஒரே பாஷையும் இருக்கிறது. ഒരേ ഭാഷ. അപ്പൊ തെറ്റായ കാര്യങ്ങൾക്ക് പെട്ടെന്ന് മനുഷ്യൻ ഒന്നിച്ചു കൂടും അല്ലേ? തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഒന്നിച്ചു കൂടും. അതാണ് ദുഷ്ടതയുടെ ഒരു വലിയ ചിഹ്നം. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ബസ്സിൽ വെച്ച് എടുത്ത് പോക്കറ്റ് അടിച്ചു. പോക്കറ്റ് അടിച്ചെന്ന് പറയുന്ന സമയത്ത് ആരോ എന്തെന്നുള്ളത് അന്വേഷിക്കാതെ അവനെൻ്റെ പോക്കറ്റ് അടിച്ചെന്ന് പറയുമ്പോൾ അവരാണോ അല്ലെന്ന് പോലും അറിയുന്നതിന് മുമ്പേ ആ ബസ്സിലിരിക്കുന്ന സാധാരണക്കാരല്ലെങ്കിൽ ഇച്ചിരി എന്തു പറയും, നാട്ടുഭാഷ പറഞ്ഞാൽ ഇച്ചിരി ചട്ടമ്പി അല്ലെങ്കിൽ ആ മോഡലുള്ളവരെല്ലാം ചെയ്യും, അപരിഷ്കൃത ചാടി എന്നിട്ട് അവർ കഴുത്തിന് പിടിച്ച് അല്ലെങ്കിൽ അവർ ഇടിക്കാൻ തുടങ്ങും. അല്ലെ ഒരു വേറൊരു വിഷയമാണെങ്കിൽ ഡ്രൈവർക്ക് പ്രശ്നം വന്നതുകൊണ്ട് ബസ്സിൽ കല്ലെറിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേ ബസ്സിൽ തന്നെ ജ്ഞാനിയായുള്ള മനുഷ്യരിരിക്കുമല്ലോ, വിദ്യാസമ്പന്നരും ജ്ഞാനിയായിട്ടുള്ളവർ അത് ചെയ്യും. പോക്കറ്റ് അടിച്ചെന്ന് പറയുമ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കും, ആരാണ് പോക്കറ്റ് അടിച്ചത്. അവർ കൃത്യമായിട്ടൊരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടാതെ മുന്നോട്ട് ഇറങ്ങത്തില്ല. ഇതാണ് 2 വിഭാഗമുള്ള ജനങ്ങൾ. അപ്പോൾ സാധാരണ ജനങ്ങൾ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം ഇഗ്നോറൻസാണ്, അറിവില്ലായ്മയാണ്. അപ്പോൾ അറിവില്ലാത്ത ജനമാണ് വേണ്ടാത്ത കൂട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. വേണ്ടാത്ത കൂട്ടങ്ങളെ ഉണ്ടാക്കുന്നതും അറിവില്ലാത്തവരെയാണ്. അത് പാർട്ടിക്കാരും മതമൊക്കെ മുതലെടുക്കുന്നുണ്ട്. ക്രിസ്തീയ മതങ്ങൾ തന്നെയാണ് ഇപ്പോഴും അടി നടക്കുകയല്ലേ. യേശു ക്രിസ്തു ഇല്ലാഞ്ഞിട്ടാണോ? ക്രിസ്തീയ സംഘടനകൾ ഇന്നും പള്ളിയുടെ കോമ്പൗണ്ടിൽ കിടന്ന് അടി ഉണ്ടാക്കുകയല്ലേ. രാഷ്ട്രീയക്കാരങ്ങനല്ലേ ചെയ്യുന്നേ. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നപ്പോൾ ബുദ്ധിശാലിയായ ഒരു നേതാവിന് മനസ്സിലായി, ഇനി ഞങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ഇഗ്നോറൻ്റായ മനുഷ്യരെ അവരെന്ത് ചെയ്യണം, വേണ്ടാത്ത മോഹങ്ങൾ കൊടുത്ത് മറുഭാഗത്തിന് എതിർപ്പുണ്ടാക്കിയെങ്കിൽ മാത്രമേ എൻ്റെ പാർട്ടി നിലനിൽക്കുമെന്ന് അതിബുദ്ധിരാക്ഷസനായ ഒരു മനുഷ്യൻ പ്രവർത്തിച്ചതിൻ്റെ ദോഷഫലമാണ് ഇന്നും കേരളം അനുഭവിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെറ്റല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭം മുതൽ നല്ലതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ച ദിവസം മുതൽ എൻ്റെ വീട്ടിൽ കമ്മ്യൂണിസം ഉണ്ടായി. അന്ന് എൻ്റെ ഫാദറും ക്രിസ്ത്യാനി ആയിരുന്നിട്ടും കമ്മ്യൂണിസത്തിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത. പക്ഷെ ആ കമ്മ്യൂണിസം അല്ല 62-65 ശേഷം ഉണ്ടായത്. കാരണം വകുപ്പ് മാറി. ഇഗ്നോറൻ്റായ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെ അടിക്കാനും ഇടിക്കാനും ബഹളം ഉണ്ടാക്കാനും വേണ്ടി ഒരു സമൂഹത്തെ അറിവില്ലാത്ത മനുഷ്യരെ പെട്ടെന്ന് അങ്ങ് പൊക്കിയിടും. അതന്നെ മതം ചെയ്യുന്നേ. ക്രിസ്തീയ മതം പോലും അങ്ങനെയല്ലേ ചെയ്യുന്നേ. ആ അറിവിന്ന് പെന്തിക്കോസിൽ പോലും ഉണ്ടെന്നുള്ളതാണ്. പെന്തിക്കോസുകാർ ചിലരും എന്താ ചെയ്യുന്നത്, അവരുടെ കിട്ടുന്ന പണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് മനുഷ്യരെ മതപരിവർത്തനം ചെയ്യാൻ പോയതുകൊണ്ടാണ് ഇന്ത്യയിൽ നിയമം ശക്തമാക്കി ദൈവം കൂടെ അനുവദിച്ചു കൊടുത്തത്. ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളായത്. പെന്തിക്കോസുകാരെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ വിദേശത്തെ കാശും വരുത്തി ഫണ്ടുണ്ടാക്കി ഇല്ലാത്ത ഭൂകമ്പം ഉണ്ടാക്കി സുവിശേഷം പറഞ്ഞ് നടന്ന് ദൈവത്തിനെതിരായിട്ട് പെന്തിക്കോസുകാർ പോലും നീങ്ങിയതിൻ്റെ പ്രത്യാഖ്യാതം കോൺസിക്വൻസ് ആണ് ദൈവം തന്നെ അധികാരികളുടെ ഹൃദയത്തിൽ തോന്നിച്ചെന്നാണ് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അടിസ്ഥാനം തെറ്റിപ്പോകുന്നു. മനുഷ്യൻ ചിലതൊക്കെ വിചാരിച്ച് നടക്കുന്നേ എന്ന് ദൈവം പറഞ്ഞു. കാരണം ദൈവം തൻ്റെ സ്വരൂപത്തെ സൃഷ്ടിച്ചുകൊണ്ട്. ഒന്നുകൂടെ വായിച്ച വാക്യം. அப்பொழுது கர்த்தர் இதோ ஜனங்கள் ஒரே கூட்டமா இருக்கிறார்கள், அவர்கள் அனைவருக்கும் ஒரே பாஷையும் இருக்கிறது, அவர்கள் இதை செய்ய தொடங்கினார்கள், இப்பொழுதும் தாங்கள் செய்ய நினைத்தது ஒன்றும் தடைபட மாட்டாது. ഇപ്പോഴും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മലയാളത്തിൽ വായിച്ച ആ വാക്യം, അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതും അവർ ചെയ്തു തുടങ്ങുന്നു, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. ഇത് തിരിച്ചറിഞ്ഞോണം കേട്ടോ. ഇന്ന് മതങ്ങളും രാഷ്ട്രീയവും 2 ശക്തിയാണല്ലോ. പിശാചിൻ്റെ കരങ്ങളിൽ വളരെ സൂട്ടബിളായിട്ട് അവൻ ഉപയോഗിക്കുന്ന 2 ശക്തിയാണ് മതവും രാഷ്ട്രീയവും. കാർൽ മാർക്സ് മതം മയക്കുന്ന മരുന്നാണെങ്കിൽ രാഷ്ട്രീയവും മനുഷ്യനെ മയക്കുന്ന ഒരു ശക്തിയാണ്. പക്ഷേ കൂടുതൽ മതത്തിലാകട്ടോ. രാഷ്ട്രീയത്തിൻ്റെ ശക്തിയേക്കാൾ 10 മടങ്ങുണ്ട് മതത്തിൻ്റെ ശക്തി. ഇതിനെല്ലാം ഒരു മാറ്റം വരും. അപ്പോൾ അങ്ങനെ ദൈവം
സൃഷ്ടിച്ച മനുഷ്യന് തന്നെ ചില ശക്തി അല്ലെങ്കിൽ കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് ദൈവികമായ നല്ല വശങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം സാത്താൻ തോട്ടത്തിൽ കയറി ആലോചന കൊടുത്തപ്പോൾ, ആലോചനയാണ് വിഷയം. ഇപ്പം ഞാനിപ്പോൾ കാറൽ മാർക്സിൻ്റെ പുസ്തകം തുടർന്ന് വായിച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം വായിച്ചുകൊണ്ട് പോയാൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാവും. ഞാൻ മറ്റേതെങ്കിലും സംഘടനയുടെ കാര്യങ്ങളെ പഠിക്കുന്നെങ്കിൽ അങ്ങനെ ആയിത്തീരും. യുക്തിവാദിയാണെങ്കിൽ യുക്തിവാദിയുടെ പുസ്തകം പഠിച്ച് വരുമ്പോൾ എൻ്റെ തലയ്ക്കകത്ത് അത് കയറും. നിരീശ്വരവാദിയുടെ പഠിക്കുന്നെങ്കിൽ അത് മാത്രം പഠിച്ച് പോയാൽ അതിൻ്റെ തലയിൽ കയറും. പക്ഷെ ഭേദാഭേദങ്ങളെ തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾ തുറക്കണം. അതാണ്, കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു പറഞ്ഞെന്താ? തിരുവെഴുത്തുകളെ ഗ്രഹിക്കാൻ കഴിയാത്ത മന്ദബുദ്ധികളെ. ശിഷ്യന്മാരാണ്, യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് പോലും അവരുടെ കണ്ണ് കുരുടായി. കാരണം എന്താ? സ്വന്തം ചിന്തകൾ, ഭയത്താലുണ്ടാകുന്ന ചിന്തയിൽ കണ്ണ് കുരുടായിപ്പോയി. അപ്പോൾ ഭയത്താലുണ്ടാകുന്ന ചിന്തകൾ ഒരു ഭാഗം, രണ്ട് പ്രോസ്പെരിറ്റി, കിട്ടാൻ പോകുന്ന ഉയർച്ചയുടെ ആ വ്യാപ്തി ചുമ്മാതെ സങ്കല്പങ്ങളിൽ കൊണ്ടുവന്നിട്ട് അതും കുരുടാകും. അതാണ് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിച്ച്, 2 കൊരിന്ത്യർ 4:4. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനാണ്. അപ്പൊ യഥാർത്ഥ സുവിശേഷ സത്യങ്ങൾ മനുഷ്യനിൽ പ്രകാശിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പിശാചെന്നല്ല, ഈ ലോകത്തിന്റെ ദൈവം. ആരാണ് ഈ ലോകത്തിന്റെ ദൈവം? ഈ ലോകത്തിന്റെ ജ്ഞാനം. നിങ്ങൾ പിശാചിനെ തപ്പിത്തേടി കണ്ണും തള്ളി കൊമ്പും വെച്ച് പിന്നെ കുറച്ച് കരിമാക്കനെ പോലെയാണെന്ന് പിശാചെന്ന് പണ്ട് അമ്മൂമ്മ കഥകൾ പഠിച്ചെങ്കിൽ, അങ്ങനെ ഒരു പിശാച ഏതൻ തോട്ടത്തിൽ വന്നിരുന്നെങ്കിൽ അവ അന്നേരമേ കാർക്കി തുപ്പിയിട്ട് പോയാനല്ലയോ? സ്ത്രീകൾക്ക് പ്രത്യേകിച്ചൊരു ഗുണമുണ്ട്, ഇച്ചിരി പേഴ്സണാലിറ്റി ഉള്ളൊരു മനുഷ്യനെ കണ്ടാൽ അറിയാതെ ഒന്ന് നോക്കിപ്പോകും. അത് സ്ത്രീകൾക്കുള്ളൊരു, ഒന്നും വേണ്ടല്ലോ, നല്ല സാരി ഉടുത്തുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടെ വിരുന്നിന് പോകുന്ന സമയത്ത്, കല്യാണം കഴിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ, എവിടെ മോശക്കാരിയല്ല, ഇവിടെ കണ്ടാകുന്നല്ല, എന്നാലും തന്നേക്കാൾ ഇച്ചിരിയുടെ ഗെറ്റപ്പുള്ളൊരു സ്ത്രീ വഴിയിൽ വെച്ച് കിടന്നിരിക്കട്ടെ, ഭർത്താവ് അറിയാതെ പറഞ്ഞു പോയി, കൊണ്ടില്ല ആ സൗകര്യ കണ്ട നല്ല മാലാഹയെ പോലെ ഇരിക്കുന്നു, പിന്നെ ആ കുടുംബകലം ഉണ്ടാകാൻ വേറെ വല്ലതും വേണോ? ഇല്ലേ? ശരിയല്ലേ? കൊച്ചന്മാരെന്ത് പറയുന്നു? പിന്നെ തീർന്നു, പിന്നെ അങ്ങേർക്ക് കഞ്ഞിയില്ല. നിങ്ങൾ അവിടെ സാരിയുടെ പുറകെ പോകാൻ പറയില്ലേ? ഒരിക്കലും ഒരു വീട്ടിൽ പോയി വിരുന്ന് കഴിച്ച് നല്ല ഈ താറാവിൻ്റെ പെരളിനിറച്ചിയുണ്ട്. ആ പെരളിനിറച്ചി ഒരു വീട്ടിൽ ചെന്ന് കഴിച്ചിട്ട് വീട്ടിൽ വന്ന് അന്ന് പിറ്റേ ദിവസം ഭാര്യ ഉണ്ടാക്കി കൊടുത്ത പോത്തിറച്ചിയുടെ കറി കൂട്ടിയപ്പോഴേ ഭാര്യയോട് പറഞ്ഞു, ആ വത്സമ്മയുടെ പെരളൻ അതിൻ്റെ രുചി ഇപ്പോഴും പോയിരുന്നു പറഞ്ഞു. ഇവർ വെച്ച് ഇറച്ചിയൊക്കെ മാറ്റി വത്സമ്മയോട് പോയി കൂട്ടിക്കോളാൻ പറഞ്ഞത്. ഭർത്താവോട് പോയി വത്സമ്മയോട് പോയി കൂട്ടിക്കോ, ആ പെരളം കൂട്ടിക്കോളാം. അങ്ങനെയാണ്. എല്ലാവരും ഒന്നും അങ്ങനെയല്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇപ്പം മനുഷ്യൻ്റെ സ്വഭാവങ്ങളിൽപ്പെട്ടൊരു കാര്യങ്ങളാണിത്. എന്നാൽ മനുഷ്യന് തന്മയത്വമായിട്ട് ദൈവം ചില സ്വഭാവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നെപ്പോളിയൻ തൻ്റെ രേഖയെ മാറ്റി ഒരു കത്തിയെടുത്തൊരു വര വരച്ചിട്ട് ചക്രവർത്തിയായിത്തീരുമെന്ന് താൻ പ്രഖ്യാപിച്ചു. ചക്രവർത്തിയായി തൻ്റെ പരിശ്രമം കൊണ്ട്. അതാ മനുഷ്യൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പലതും നേടിയെടുക്കും. പക്ഷേ അതിൻ്റെ അവസാനം, സദൃശവാക്യകാരൻ പറയുന്നു, ഒരു മനുഷ്യൻ്റെ വഴി അവന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനം മരണവഴികൾ. ഇപ്പം മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ശക്തി, പവർ ഉള്ളതുകൊണ്ട് അവനങ്ങനെ ചെയ്യും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ്, ഈ ദൈവീക ശക്തിയും മൂല്യവും മനുഷ്യനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സാത്താൻ മനുഷ്യനോട് കൂടി, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനം, ഞാൻ സാത്താൻ എന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തെ കേട്ടോ, അത് മനുഷ്യൻ കയറി കഴിയുമ്പോൾ അവനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നത്. ബൈബിൾ പറഞ്ഞില്ല, ധനവാനാകാൻ ഇച്ഛിക്കുന്നവർക്ക് പരീക്ഷയിലും കണിയിലും അകപ്പെടും. ആ ദൈവത്തെ കൂടാതെ ആകുന്നവൻ്റെ എല്ലാം ഗതി ഇങ്ങനെയാണ്. അങ്ങനെ നെപ്പോളിയൻ ചക്രവർത്തി ആയതിനു ശേഷം ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രജ പോലുമില്ലാതെ സെൻറ്റ് ഹെലീന ദ്വീപിൽ താൻ തടവിൽ കിടക്കുന്ന സമയത്ത് ചില പത്രാധിപർ വന്ന് ചോദിച്ചു, അല്ലയോ ചക്രവർത്തി,
നിങ്ങളിപ്പോൾ ആരുമില്ലാത്തവനായി അവസാനിച്ചല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു കാലത്തിൽ എൻ്റെ മനസ്സിലുണ്ടായ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാൻ ഞാൻ മുഴു ശക്തിയോടെ പ്രവർത്തിച്ച് ചക്രവർത്തിയായി. ഇപ്പോൾ എനിക്കൊരു പ്രജ പോലുമില്ല. ആയുധം കൊണ്ട് ഞാൻ രാജ്യങ്ങളെ കീഴടക്കി, ഫ്രഞ്ച് വിപ്ലവം നടത്തി, എനിക്ക് രാജാവായി, പക്ഷെ ചക്രവർത്തിയായി ഒരു പ്രജ പോലുമില്ല. പക്ഷെ അവരോടൊരു കാര്യം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞ്, അവൻ ആരാ? ജീസസ് ക്രൈസ്റ്റ്. ഒരായുധം എടുക്കാതെ അവൻ്റെ സത്യം പ്രചരിപ്പിച്ച് അവൻ്റെ രാജ്യം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതെനിക്ക് തിരിച്ചറിയാൻ ഇപ്പോൾ സാധിച്ചു. ചെറുപ്പത്തിൽ ഗ്രഹിക്കേണ്ടതായിരുന്നു, അല്ലയോ? എന്താ ബൈബിൾ പറയുന്നത്? യൗവനക്കാരാ, നിന്റെ യൗവനത്തിലെ സഭാപ്രസംഗം പറയുന്നതിൻ്റെ സൃഷ്ടാവിനെ. അപ്പം ഈ ലോകത്തിലെ സംസ്കാരവും പുസ്തകങ്ങളൊക്കെ പഠിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഇല്ല, സ്വന്തം മനസ്സിൽ ഉണ്ടാകുന്ന സങ്കല്പങ്ങളും വിചാരങ്ങളും ഇതാണ് മനുഷ്യനെ കുരുടാക്കുന്നത്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:4 വായിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. അപ്പോൾ ആ കുരുടെന്ന് പറഞ്ഞാൽ വെറും ഇരുട്ടല്ല, മറ്റൊരു ലോകത്തിലേക്ക് നമ്മളെ നടത്തും. അത് ആത്മീയ ഗോളത്തിലുമില്ലേ? ആത്മീയ ഗോളത്തിലും ചില ദർശനങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ വലിയ ആത്മീയ ഉയർച്ചയിലേക്ക് പോകും. അത് ആർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ മറ്റൊരു നേതാവിനെ നമുക്കറിയാം, എബ്രഹാം ലിങ്കൻ. എബ്രഹാം ലിങ്കൻ്റെ മാതാവ് വളരെ ദാരിദ്ര്യമായൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും എബ്രഹാം ലിങ്കനെ വേദപുസ്തകം നന്നായി പഠിപ്പിച്ചു. എബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നൊരു ആപ്തവാക്യമാണ്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് വിച്ച് ഹാവ് സ്ട്രെങ്തൻഡ് മീ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം, അല്ലെങ്കിൽ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് എല്ലാവറ്റെയും. ഈ വാക്യമാണ് എബ്രഹാം ലിങ്കൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ ഒരു പ്രചോദനം, സ്വയമല്ലല്ലോ. എന്നാൽ എബ്രഹാം ലിങ്കൻ്റെ പ്രാരംഭകാലം മുഴുവൻ ഫെയിലേഴ്സായിരുന്നു. താൻ പഠിത്തത്തിൽ തന്നെ അങ്ങനെ വലിയ പ്രാധാന്യമുള്ളവനല്ലായിരുന്നു. പട്ടാളത്തിൽ ചെന്നപ്പോൾ പട്ടാളത്തിൽ നിന്ന് പുള്ളിയെ തള്ളി, അൺഫിറ്റ്, എന്നെ യോഗ്യനല്ല. 2 പ്രാവശ്യം പട്ടാളത്തിൽ തള്ളി. 26 പ്രാവശ്യങ്ങളോളം ഗവൺമെൻറ് സംബന്ധമായ കാര്യങ്ങളിൽ ജോലിക്കും മത്സരത്തിനും താൻ പോയിട്ട് 26 പ്രാവശ്യവും ഫെയിലറായി. താൻ തളർന്നില്ല. ചെല്ലുന്നിടത്തെല്ലാം, നീ ഒരു മണ്ടന, നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നീ ഒരു ചെരുപ്പൂത്തിയുടെ മകനല്ലേ, നീ എവിടം വരെ എത്താനാ? ഇത് കേട്ടാൽ എങ്ങനെ ഇരിക്കും? ഇപ്പം നാട്ടിൽ നമുക്കറിയാലോ, ആരെങ്കിലുമൊക്കെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നീ ഇന്നാരുടെ മകനല്ലേ, ഇന്ന ജാതിക്കാരല്ലെന്ന് പറഞ്ഞാൽ പെന്തിക്കോസുകാർ പോലും ഇപ്പോഴും ചിലർക്ക് പ്രയാസം വരും. തിരിച്ചടിക്കണ്ടേ? പെന്തിക്കോസുകാരായ നമ്മൾ ജാതി മതം ഇല്ലാത്തവരാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജരീക പുരോഹിത വർഗവും. ഇത് ഉറയ്ക്കാത്തത്തോളം കാലം നമ്മുടെ പഴയത് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പെന്തിക്കോസുകാരുടെ ഹൃദയത്തിൽ ശരിയായ വചനം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് പോകും. ആരെങ്കിലും നിങ്ങൾ താഴ്ത്തിയാൽ നിങ്ങൾ ഞങ്ങളുടെ ഫെയ്ത്തോമില്ലേ, നമ്മുടെ ഫെയ്ത്തോ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ വലയാണല്ലോ, അല്ലേ? ദൈവരാജ്യം സമുദ്രത്തിൽ എടുത്തിട്ടു എന്ത് ചെയ്തു? എല്ലാവിധ മീനും പിടിച്ചുകൊണ്ടിരുന്നല്ലേ ദൈവരാജ്യം. നമ്മുടെ സഭ അങ്ങനല്ലേ? ഫെയ്ത്തോമിലും അങ്ങനെയാണ്. എല്ലാ ജാതി മതസ്ഥരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും കൂടി ഉണ്ട്. അതാണ് യഥാർത്ഥ രാജ്യം. അല്ല ഓരോരുത്തർക്ക് ഓരോ രാജ്യമല്ലല്ലോ. യഥാർത്ഥ രാജ്യം ഇത് തന്നെയാണ്. ഈ കൂട്ടായ്മ തന്നെ നമുക്ക് വളരെ സന്തോഷം. പക്ഷേ നമ്മൾ വന്നതിന് ശേഷം എത്തേണ്ടടുത്ത് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാതെ പോയാൽ നമ്മൾ പഴയ ആളുകളായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കും. അപ്പോൾ 2 സഹോദരിമാർ തമ്മിൽ വഴക്കുണ്ടാക്കിയപ്പോഴേ 2 പേരും പറഞ്ഞു കഴിഞ്ഞാലൊരു നമ്മളെപ്പോലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ഒരാളെ കോപം വന്നപ്പോൾ, പുതിയ ആളുകളാണ് കേട്ടോ, കോപം വന്നപ്പോഴേ കോഴിക്കോട് വെച്ചാൽ ഇവരുടെ പഴയ ജാതി കണ്ട് സൂചിപ്പിച്ചു. ഓ, നീ ഇന്ന ജാതിയല്ലേ. ആ സഹോദരി അപ്സെറ്റായി കരച്ചിലും ബഹളമായി. അപ്പോൾ അവസാനം ഞാൻ എൻക്വയറി ചോദിച്ചപ്പോൾ ഇതാണ് എൻ്റെ ജാതി പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ സഹോദരി എന്തിനാ അതിനെ എങ്ങനെ പറഞ്ഞ്? എൻ്റെ കുറ്റമാണ്. അവൾക്ക് അവളെപ്പറ്റി നിശ്ചയമില്ലാത്ത ഞാനാണ് കുറ്റക്കാരി. അവൾ ഈ മാർഗത്തിൽ വന്നിട്ട് ഏത് ജാതിയാണെന്ന് അവൾ പറയേണ്ടത് എന്നോട്. ഞാനങ്ങനെ പറഞ്ഞപ്പോൾ അവൾ എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടിയാണ് പറഞ്ഞെന്ന് പറഞ്ഞു. നോക്കണം, രാജരീക പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനമാണെന്നുള്ളൊരു ഉറപ്പില്ലെങ്കിൽ നമ്മളെന്നും ഫെയിലറാകും.
അല്ലെങ്കിലും ഇതിനാണ് വചനം അകത്തിയിലുള്ളത്. അതാണ് എബ്രഹാം ലിങ്കൻ്റെ ഹൃദയത്തിൽ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് എല്ലാവറ്റേയും ചെയ്യാൻ കഴിയും. പാസ്റ്റർ ഈശോപ്പനെ എവിടെ ചെന്നാലും ഏത് ജാതിക്കാരനെ കണ്ടാലും പറയും നമ്മളൊന്ന് ഒരു ജാതിയാന്ന് പറയുന്നതാണ്. ഏത് ജാതി മത്സരം കണ്ടാലും ഈശോ പറയാം നമ്മളൊരു ജാതിയാന്ന് പറയും. അപ്പോൾ അവർക്ക് താല്പര്യം തോന്നാം നമ്മുടെ ആളല്ലേ. ഈശോ എന്ന് പറയുന്നത് എന്താ? നമ്മൾ പറയുന്ന ജാതി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളതാ, വിശുദ്ധ ജാതി. അത് അവിശ്വാസിയെ കണ്ടാലും പുള്ളി പറയും നമ്മളൊരു ജാതി. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഈശോ അപ്പം ഞങ്ങളുടെ ജാതിയാണ്. എന്നാൽ അച്ഛൻ അകത്തോട്ട് കയറിയിരിക്കുക. സുറിയാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ സുറിയാനി എന്നാ അവർ ചെയ്തത്, അല്ലെങ്കിൽ മറ്റു അങ്ങനല്ല. പുള്ളി പറഞ്ഞത് നമ്മൾ വിശുദ്ധ ജാതി. ഇത് നമ്മൾ തിരിച്ചറിയണം. മനസ്സിലാവുന്നു? ദളിത് ക്രിസ്ത്യാനികളെ നന്നാക്കാൻ വേണ്ടി ഒരു കൂട്ടർ ഇവിടെ വന്നു. അപ്പം ഞാൻ ചുമ്മാ അവരെ ഇളക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇടയിൽ ദളിതില്ലല്ലോ, ഇതെല്ലാം റോയൽ ഫാമിലിയാണ്. ഞങ്ങൾ മിക്കവാറും വന്നിരുന്ന എല്ലാം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് അധികം പേര് പെന്തിക്കോസിലെങ്കിൽ തന്നെയും ഇപ്പോൾ ഇതിനകത്ത് ദളിതില്ല. ഉണ്ടോ? ഇവിടെ ഉള്ളവരൊക്കെ ആരാ? രാജരീക പുരോഹിത വർഗം. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ രക്ഷയുണ്ടാകുമെന്ന് പറ. ചിന്തിച്ചു നോക്കി. ഞങ്ങളിപ്പോഴും പഴയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ മേൽഗതി പ്രാപിക്കും? നിങ്ങൾ പറയണം ഞങ്ങൾ ആരാ. ചിലപ്പോൾ പെന്തിക്കോസുകാരിലെ ചില അഹങ്കാരികൾ പറയും നിങ്ങൾ അങ്ങനെയാണെന്ന് പറയും. പോഴാൻ്റെ പാട്ടെന്ന് പറയണം ഞങ്ങൾ യേശുക്രിസ്തു രക്തത്താൽ ജനിച്ചവരാണ്. നീ അകൃത്യത്തിൽ ജനിച്ചപ്പോൾ ഞാനിപ്പോൾ ആരില്ല, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ. ഈ തിരിച്ചറിവില്ലെങ്കിൽ എന്നും നമ്മൾ ഇതിൽ താഴ്ത്തിപ്പെട്ടുകൊണ്ടിരിക്കും. എന്നോടൊരുത്തും ചോദിക്കട്ടെ, ഞാൻ പറയാമല്ലോ, നല്ല വചനം കൊണ്ട് പറയും, ഒരുത്തം മിണ്ടത്തില്ല. പണ്ട് മേപ്പാടത്ത് വെച്ചൊരു യാക്കോബായിൽ ഓർത്തഡോക്സിലൊരു സുറാന്ന പുള്ളിയുടെ പേര്. സുറാന്ന് പറഞ്ഞാൽ വാചോടിക്കുന്നവൻ. ആരെയും വാചോടിച്ച് കമത്തുന്ന പുള്ളിയാണ്. പുള്ളിയുടെ പെങ്ങൾ നമ്മൾ വിശ്വാസിച്ച് വന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പുള്ളിക്ക് അത്ര സന്തോഷമല്ല. കാരണം ആ സമയത്താണ് വള്ളക്കാലിക്കാരുടെ 40 സെൻറ്റ് സ്ഥലം പക്ഷേ TV തോമസ് വാങ്ങിച്ച് പെന്തിക്കോസ് നമ്മുടെ ഇതിൽ കൊണ്ടുവന്നു. അതുവരെ ഞെട്ടിച്ച് കളഞ്ഞു. നല്ല കണ്ണായ സ്ഥലമല്ലേ. വള്ളക്കാലി ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്വന്തക്കാരുടെ സ്ഥലം നമുക്ക് പെന്തിക്കോസുകാർക്ക് കിട്ടി. 40 സെൻറ്റ് നല്ല കണ്ണായ സ്ഥലം. അതിനിഷ്ടപ്പെടാഞ്ഞിട്ട് ഈ അച്ചായനെ നമുക്കെതിരായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ പെന്തിക്കോസുകാരെ കാണുമ്പോൾ പുള്ളി എന്തെങ്കിലും പരിഹാസം പറയും. അപ്പം ഞാനവിടെ എൻ്റെ ഇത് വൈറ്റ് വാഷിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ വന്ന് പറയുക കള്ളുഷാപ്പിൻ്റെയും കളർ വെള്ളയാണ് എന്ന് പറഞ്ഞു. കള്ളുഷാപ്പിൻ്റെ ബോർഡിൻ്റെ കളയും. ഞാൻ പറഞ്ഞ് അത്രയും അച്ചാൻ വായിച്ചില്ല, ക്രിസ്ത്യാനിയല്ലേ, സാത്താൻ താനും വെളിച്ചതൂതിൻ്റെ വേഷം ധരിക്കുന്ന വായിച്ചിട്ടില്ലെന്ന്. പുള്ളി പിന്നെ പരിസരത്ത് നിന്നില്ല, സ്ഥലം വിട്ടു. അപ്പോൾ വചനം നമുക്കുണ്ടായിരിക്കും. വചനമാണ് നമ്മുടെ ശക്തി. വചനത്തെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ ശിക്ഷനായിരിക്കാൻ നിങ്ങൾ പാരമ്പര്യം പറഞ്ഞു. ഞാൻ ചില സഭയിലൊക്കെ ചെല്ലുമ്പോൾ ക്രിസ്തീയ പാരമ്പര്യത്തിൽ വന്ന് ചില വിശ്വാസികളും ചില വേലക്കാരും പാരമ്പര്യ ശക്തി എടുക്കുന്നു. അവരും പോക്കാം. കാരണം ഇതിനകത്ത് രണ്ടും അപകടമാണ്. അതുകൊണ്ട് നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ ശക്തരാക്കുന്നത്. അതാണ് ഫിലിപ്പിയ ലേഖനം 4 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് എല്ലാവറ്റേയും ചെയ്യാൻ കഴിയും. ഇംഗ്ലീഷിൽ എല്ലാവറ്റേയും ചെയ്യാൻ കഴിയുമെന്നാണ് വായിച്ചത്. ഫിലിപ്പിയർ 4:13 വാക്യം. ഫിലിപ്പിയർ 4:13. ഈ വാക്യം നിങ്ങൾ ഉറപ്പിച്ചോ. എബ്രഹാം ലിങ്കനെ പ്രസിഡന്റ് ആക്കിയത്, അമേരിക്കൻ പ്രസിഡന്റ് ആക്കിയത് ഈ വാക്യമാണ്. വായിക്കാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ഞാൻ സകലത്തിനും, ഒന്നിനല്ല സകലത്തിനും. തമിഴ് പഠിക്കുക. എന്നെ ബലപ്പെടുത്തുന്ന ക്രിസ്തുവിനാലെ എല്ലാവற்றையும் ചെയ്യാൻ എനിക്ക് ബലനുണ്ട്. എന്നെ ബലപ്പെടുത്തും ക്രിസ്തുവിനാലെ എനിക്ക് എല്ലാവற்றைയും ചെയ്യാൻ കഴിയും. അതല്ലേ തമിഴിൽ പാട്ടില്ലേ, എന്നെ ബലപ്പെടുത്തും ക്രിസ്തുവിനാലെ എല്ലാം, എന്നെ ബലപ്പെടുത്തും ക്രിസ്തുവിനാലെ എല്ലാം
നിശ്ചയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജയം കിട്ടത്തുള്ളൂ. ഇല്ല നമ്മൾ മറ്റുള്ള മുമ്പിൽ പരാജയപ്പെട്ടു പോകും, പിശാചിന് മുമ്പിൽ പരാജയപ്പെട്ടു പോകും. പിശാചിനെ യേശു നേരിട്ട് എങ്ങനെയാ, എടോ ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് വന്നല്ലല്ലോ, വചനം പറഞ്ഞു ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, നിന്നെ ആരാധിക്കാൻ വകുപ്പില്ല. അങ്ങനെ വചനം പറഞ്ഞാണ് യേശു സാത്താൻ്റെ വായടപ്പിച്ചത്. അപ്പം നിങ്ങൾ വചന നിശ്ചയമുള്ളവരല്ലെങ്കിൽ ഈ പെന്തിക്കോസ് കൂട്ടായി വന്നിട്ട് ഒരു ഗുണവുമില്ല. ഇവിടെ പണ്ട് തൊട്ടേ വിശുദ്ധന്മാർ പഠിപ്പിച്ച് വചനത്തിന് പ്രാധാന്യം കൊടുത്താണ്. ഇവിടെ സയൻസോ സാഹിത്യമൊന്നും അല്ല വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് നെപ്പോളിയൻ സ്വന്തം രേഖയെ വരച്ച് തൻ്റെ ആ ശക്തിയിൽ സാത്താനും ശക്തി കൊടുത്തു, സാമ്രാജ്യം ഉണ്ടാക്കി. അവസാനം ഒരു പ്രജ പോലും ഇല്ലാത്തവൻ അവിടെ കിടന്നുകൊണ്ട് യേശുവിനെ സാക്ഷിച്ചു. പഴയ ക്രിസ്തീയ വിശ്വാസം താൻ പൊക്കി പറഞ്ഞു, യേശു ഒരായുധം എടുക്കാതെ ഇന്നും തൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കും. പക്ഷേ എബ്രഹാം ലിങ്കൻ തൻ്റെ അമ്മ മാതാപിതാക്കന്മാർ ഭക്തിയുള്ളവരായിരുന്നു. അവർ ചെരുപ്പ് കുത്തി, എന്നെ ചെരുപ്പെന്ന് പറഞ്ഞാൽ തെറ്റാണോ? പക്ഷെ സമൂഹത്തിൽ ജോലിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന പരിപാടി അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എബ്രഹാം ലിങ്കനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരുന്നു പ്രമുഖന്മാർ. താൻ ഓരോ സ്ഥാനത്ത് ചെല്ലുമ്പോൾ പറയും, നീ ചെരുപ്പ് കുത്തിയുടെ മോനല്ലേ, നിനക്ക് എവിടം വരെ വളരാം, ചെരുപ്പുണ്ടാക്കാൻ അറിയാം, ഇല്ലയോ? മേശരിയുടെ മോൻ മേശരി, അങ്ങനെയാണോ? അങ്ങനെയൊന്നും അല്ലല്ലോ, അത് ദൈവമല്ലേ നിശ്ചയിക്കേണ്ടത്. പക്ഷേ എബ്രഹാം ലിങ്കൻ ഇതിലൊന്നും പരാജയപ്പെട്ടു. 26 ടെസ്റ്റിൽ പരാജയപ്പെട്ടവനെ നോക്കി ആക്ഷേപിച്ചപ്പോൾ എബ്രഹാം ലിങ്കൻ അവരോട് പറഞ്ഞു, ഒരു ചെരുപ്പൂത്തിയുടെ മകന് എത്രത്തോളം എത്താമെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്, നിങ്ങളുടെ വാക്കൊന്നും എന്നെ കേൾക്കത്തില്ലെന്ന് പറഞ്ഞതാ. അത് നിങ്ങളുടെ വാക്കുകൾ, പക്ഷെ എൻ്റെ ഹൃദയത്തിൽ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം എനിക്ക് എല്ലാവറ്റെയും ആ വചനമാണ്. അതുകൊണ്ട് ആ വചനത്താൽ, ദൈവത്താൽ ഈ ചെരുപ്പൂത്തിയുടെ മകനെ എന്താണ് പ്രചോദനം? താഴ്മയുള്ളവരെ ദൈവം ഉയർത്തുന്നു, കുപ്പയിൽ കിടക്കുന്നവരെ ദൈവം രാജസ്ഥാനത്തേക്ക് കൊണ്ടിരുന്നു. ഇതാണ് വിശ്വാസം. അങ്ങനെ ആ വിശ്വാസത്തിൽ തന്നെ പലപ്പോഴും ചവിട്ടിത്തള്ളിയ മനുഷ്യൻ, പരാജയപ്പെട്ട മനുഷ്യൻ, ഈ ഒരൊറ്റ വചനത്തിൻ്റെ ബലത്തിൽ ദൈവവിശ്വാസത്തിൽ നോക്കണം. അമേരിക്കയുടെ ഏറ്റവും പ്രമുഖ, ഒരു വിധത്തിൽ പറഞ്ഞാൽ ജോർജ് വാഷിങ്ടനേക്കാൾ, അവിടുത്തെ രാഷ്ട്രപിതാവായ ജോർജ് വാഷിങ്ടനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടെങ്കിലും മുന്നിൽ എബ്രഹാം ലിങ്കൻ എത്തി. കാരണം ക്രിസ്തു ചെയ്ത ഒരു പരിപാടി താനും ചെയ്തു. അടിമക്കച്ചവടം നിർത്തലാക്കി. അടിമക്കച്ചവടം താൻ നിർത്തലാക്കി. മനുഷ്യരെല്ലാം തുല്യരാണ് താൻ വാദിച്ചോളൂ. കേരളത്തിലുണ്ടായിരുന്നല്ലോ അടിമക്കച്ചവടം ഇഷ്ടം പോലെ അല്ലായിരുന്നു, ഉണ്ടായിരുന്നു. 1850 കാലയളവിൽ കേരളത്തിലെ അടിമകളായി വിൽക്കപ്പെട്ട ഒരു ഒരുപാടുണ്ടായിരുന്നു. ഈ തെക്കൻ തിരുവിതാംകൂറിൽ തന്നെ 1,55,000 പേരോളം അടിമകളെ വിൽക്കുമായിരുന്നു. കുട്ടനാട്ടിലൊരു അടിമയ്ക്ക് 6 രൂപയായിരുന്നു അന്ന്. ഏതാ? കുട്ടനാട്ടിലൊരു അടിമയ്ക്ക് 6 രൂപ. ഈ തിരുവല്ല മല്ലപ്പള്ളി സ്ഥലത്തിൽ 16 രൂപ. മലബാറിൽ അതിനേക്കാൾ കുറവായിരുന്നു. മനുഷ്യരെ വിൽക്കുക. അന്ന് ബ്രാഹ്മണനും നായരും തമ്മിൽ നടക്കുമ്പോൾ 6 അടി അകലത്തിൽ നടക്കണം. കാരണം അല്ലെങ്കിൽ ബ്രാഹ്മണൻ മേൽജാതി ആയതുകൊണ്ട് നായർ പോലും 6 അടി, ഒരു ഈഴവൻ 36 അടി പുറകെ നടക്കണം. അതിലും താഴ്ന്നവർ 96 അടി പുറകെ നടക്കണം. ഇങ്ങനെയുള്ളൊരു ജാതി വ്യവസ്ഥയുള്ള കേരളത്തിൽ ആരാണ് മാറ്റം വരുത്തിയത്? പാർട്ടിക്കാരാണോ? അല്ല ഇവിടുത്തെ എഴുത്തുകാരാണോ? അല്ലല്ലോ. കേരളത്തിന് നവോത്ഥാനത്തിന് ഏറ്റവും പരിശ്രമിച്ച് പ്രവർത്തിച്ചവർ മിഷണറിമാരാണ്. അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഭരിക്കുമ്പോൾ, ഇന്നിപ്പോൾ ചിലർ പറയുന്നില്ലയോ കച്ചവടത്തിന് വേണ്ടി വന്നവരാണ്. അല്ല, അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടക്കാർ വേറെ, നവോത്ഥാനം നടത്തുന്നവർ വേറെ. അത് യേശുവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നല്ലോ. യേശുവിൻ്റെ കൂടെ 12 ശിഷ്യന്മാരിൽ ഒരുത്തനാരായിരുന്നു? ബിസിനസ് മെൻറ്റാലിറ്റിക്കാരനായിരുന്നു, ഇല്ലയോ? യൂദ. അവൻ യേശുവിൻ്റെ കൂടെ കൂടിയത് കച്ചവടം നടത്താൻ. എന്ന് പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്ന് കച്ചവടം നടത്താൻ വേണ്ടിയാണ്. അവരതിന് മിടുക്കന്മാരാണ്. പക്ഷേ മിഷണറിമാരൊന്നും അതിനല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈ കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് ഈഴവരായാലും മറ്റ് പുലയരായാലും മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ അക്ഷരം പഠിക്കാൻ തുടങ്ങിയത്, എഴുത്തും വായനയും തൊടുത്തത്, സ്ത്രീകൾ മാർവസ്ത്രം ധരിക്കാൻ തുടങ്ങിയത്, സതി നിർത്തലാക്കിയത്, ഇങ്ങനെ എത്രയോ നവോത്ഥാനം വിദേശത്തെ മിഷണറിമാർ വന്നാണ് ഇവിടെ നവോത്ഥാനം ഉണ്ടാക്കിയത്. മറന്നു പോകരുത്. ഇന്ന് കാശ് സമ്പാദിച്ച് വലിയ രമ്യഹർമ്മികൾ താമസിക്കുമ്പോൾ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പൂർവീകത്തെ അവഹേളിക്കുന്ന മറ്റ് വിഭാഗക്കാരോട് ഞാൻ പറയുക, നിങ്ങൾ പോയി ചരിത്രം പഠിക്കുക.
ഈ തിരുവനന്തപുരം ആ ഭാഗത്തിൽ തെക്ക് ആരായിരുന്നു? LMSകാർ, ലണ്ടൻ മിഷൻ, ചർച്ച് മിഷൻ, ലൂതറൻ മിഷൻ, ഇവരായിരുന്നു അവിടെ നവോത്ഥാനം ഉണ്ടാക്കിയത്. കോട്ടയത്ത് CMSകാർ, ചർച്ച് മിഷൻ സൊസൈറ്റി, അവരല്ലേ ഇവിടെ സ്കൂളുണ്ടാക്കിയത്. ഈ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, ഈഴവർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് സ്കൂൾ ആദ്യം ഉണ്ടാക്കി കൊടുത്തത് ഈ മിഷണറിമാരാണ്. ചരിത്രം പോയി പഠിക്കേ. അവർ വേറെ ലാഭത്തിന് വന്നവരാണോ? അങ്ങനെ അക്ഷരം പഠിച്ച് മിടുക്കന്മാരായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനിത്വത്തെ ചവിട്ടിത്തള്ളാൻ നോക്കിയാൽ ക്രിസ്ത്യാനികൾ അപാകതകൾ കാണും, പക്ഷെ ക്രിസ്ത്യാനിത്വത്തിന് അപാകതയൊന്നുമില്ല. ക്രിസ്ത്യാനികൾ പോലും ഇന്ന് ക്രിസ്ത്യാനിത്വത്തിനെതിരാണ്, അതറിയാവോ? ക്രിസ്ത്യ മതക്കാർ പോലും ക്രിസ്ത്യാനിത്വത്തിന്. അതുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തിനോ ക്രിസ്തുവിനോ ഒരു മാറ്റവും വരത്തില്ല. മലബാറിൽ പോയി നോക്കെ, സാധാരണ മനുഷ്യരെ കാലുകൊണ്ട് പുറന്തള്ളിയിരുന്നവരെ ഈ തീയരുൾപ്പെടെ, പിണറായി വിജയൻ്റെ കുടുംബക്കാരുൾപ്പെടെ, അല്ലെങ്കിൽ ആ ഗോത്രവിഭാഗക്കാർ ഉൾപ്പെടെയുള്ള സകലരെയും ഒരു പന്തിയിലിരുത്തി ശാപ്പാട് കഴിപ്പിച്ചതാണ് ബാസൻ മിഷൻകാർ. സ്വിറ്റ്സർലൻഡ്, നെതർലൻഡ് ആ ഭാഗത്തുനിന്ന് വന്ന ചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ടെന്നേ. അതുകൊണ്ട് ഇപ്പോൾ കുറെ പത്രാസ് കാണിച്ചിട്ട് ക്രിസ്ത്യാനിത്വത്തിനെതിരായി നീങ്ങിയാൽ, ക്രിസ്ത്യാനിത്വത്തെ പുച്ഛിച്ച് തള്ളിയാൽ ദൈവം സമ്മതിക്കത്തില്ല. യഥാർത്ഥ ക്രിസ്ത്യാനിത്വത്തിനെതിരായി ആദ്യം പ്രവർത്തിച്ച ആരാന്നറിയാം? റോമൻ ഗവൺമെൻറ്റാണ്. റോമൻ ഗവൺമെൻറ് ക്രിസ്ത്യാനിത്വത്തിനെതിരായി കുറേ പേരെ കൊന്നു, രക്തസാക്ഷികളാക്കി. പക്ഷെ നീറോ ചക്രവർത്തി അവസാനം പേടിച്ച് വിറച്ച് സ്വന്തം കൈകൊണ്ട് തന്നെ കുത്തിമലർത്തി ചത്ത് അവൻ്റെ സിംഹാസനത്തിൽ ആണ് പേരിനെങ്കിലും ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഒരു പ്രതിനിധിയെ കൊണ്ടുവച്ചത്. അതുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തെ ആക്ഷേപിക്കാൻ പോയാൽ അത് അപകടമാണ്. നിങ്ങൾ ക്രിസ്തു മതക്കാരെ പറഞ്ഞു, പെന്തിക്കോസിലെ മതക്കാരെ പറഞ്ഞു, പക്ഷെ ക്രിസ്ത്യാനിത്വവും ക്രിസ്തുവും തൊടാൻ നിങ്ങൾക്ക് അവകാശമില്ല. കാരണം മറ്റുള്ളവൻ്റെ രക്തം ചിന്തിയല്ല യേശുക്രിസ്തു മനുഷ്യന് നന്മ ചെയ്തത്. യേശുക്രിസ്തു തൻ്റെ സ്വന്തം ജീവനെ അർപ്പിച്ചിട്ട് മനുഷ്യൻ രക്ഷപ്പെടുത്തതാണ്. ഇത് ഏത് മതം പറയുന്നുണ്ട്? യേശുക്രിസ്തു മാത്രമേ പറയുന്നുള്ളൂ ശത്രുവിനെ സ്നേഹിക്കുക, ശത്രുക്കൾക്ക് വേണ്ടി നന്മ ചെയ്യുക. മറ്റാർക്ക് പറയാൻ സാധിക്കും? അതാണ് ക്രിസ്തു വേറിട്ട് നിൽക്കുന്നതാണ് ഗാന്ധിജി പറയുന്നത്. ഗാന്ധിജിയുടെ മെസ്സേജ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ, ഗാന്ധിജിയുടെ മെസ്സേജ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചു നോക്കി. ആ ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമാണ് എന്നെ ഈ സൗമ്യതയിലേക്ക് എത്തിച്ചത്. ബ്രിട്ടീഷുകാരെ നേരെ തോക്കെടുത്താൽ പ്രയോജനമില്ലെന്നും യേശു ക്രിസ്തുവിൻ്റെ സൗമ്യത കൊണ്ട് അവൻ ലോകത്തെ കീഴടക്കിയതുപോലെ ബ്രിട്ടീഷുകാരെ അടിയറ വെക്കാം, അല്ലെങ്കിൽ അവരെ സമ്മതിപ്പിക്കാമെന്ന് താൻ തിരഞ്ഞെടുത്തത് ഗിരിപ്രഭാഷണത്തിലാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി മെസ്സേജ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം എഴുതിയത്. ഇന്ന് ആ പുസ്തകം പലയിടത്തും ഇല്ലാതാക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പാർലമെൻറ്റിലെ ലൈബ്രറിയിൽ അതിപ്പോഴും ഉണ്ട്, മറ്റു പലരുടെയിലും ഉണ്ട്. അതുകൊണ്ട് ക്രിസ്തുവും ക്രിസ്ത്യാനിത്വത്തെയും തൊട്ട് കളിക്കേണ്ട. അത് സത്യമാണ്, അത് വഴിയാണ്, അത് ജീവനാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. പെന്തിക്കോസ് പോലും, പെന്തിക്കോസ് മതത്തിൽ പോലും ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം പെന്തിക്കോസ് പോലും വർഷങ്ങൾ ചെല്ലുമ്പോൾ മതമായി മാറുകയാണ്. TPM-ൽ ഞാൻ പറയാറുണ്ടല്ലോ, 2 വിഭാഗമുണ്ട്. ഒന്ന് ദി പെന്തിക്കോസ് മിഷൻ, അതൊരു മതമാണ്. മതം വേണ്ടേ? വേണം. പക്ഷെ ഞാൻ TPM-കാരനാണെന്ന് പറയാറില്ലയോ. TPM എന്ന് പറഞ്ഞാൽ എന്താ? ദി പെന്തിക്കോസ് മിഷൻ സംഘടന, മതം. എന്നോട് ചോദിച്ചാൽ ഞാൻ TPM എന്ന് പറയത്തുള്ളൂ. കേട്ടിട്ടില്ലേ? എന്താ കാരണം? അതിനകത്തൊരു TPM ഉണ്ട്, ട്രൂ പെന്തിക്കോസ്റ്റ് മൂവ്മെൻറ്റ്. അല്ല, ഞാൻ സമുദായത്തിൽ റോമൻ കത്തോലിക്ക സഭയിൽ, ഞങ്ങളുടെ ഫാമിലിയിലെ കത്തോലിക്കരും മാർത്തോമക്കാരും ഇങ്ങനെയൊക്കെയുള്ള സമൂഹമെല്ലാം ഉണ്ട്, കനാനയക്കാർ വരെ ഉണ്ട്. അത് രക്ഷിക്കപ്പെട്ട് ഇവിടെ വന്ന് പെന്തിക്കോസ് മതത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ട്? ഇല്ലല്ലോ. പെന്തിക്കോസ് മാർഗമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ വിശുദ്ധന്മാരൊക്കെ പണ്ട് പഠിപ്പിച്ചത്. ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ വന്ന് 3, 4 തലമുറയായപ്പോൾ അവർക്ക് മതം ഏതാ മാർഗം ഏതാണെന്ന് തിരിച്ചറിയാത്ത ഒരു സമൂഹം ഈ ദി പെന്തിക്കോസ് മിഷനുണ്ട്. പക്ഷേ ഇതിനകത്ത് തന്നെ ഒരു TPM ഉണ്ട്, അതാണ് ട്രൂ പെന്തിക്കോസ്റ്റ് മൂവ്മെൻറ്റ്. അതൊക്കെ പാസ്റ്റർമാരൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ദി പെന്തിക്കോസ്റ്റ് മിഷൻ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകും എന്ന് ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചപ്പോഴേ ഇതെന്തോ ചെറിയാകുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നു ചോദിച്ചു. പക്ഷേ അറിവുള്ളവർ പറഞ്ഞു അത് കറക്റ്റാണ്. കർത്താവിൻ്റെ വരവിൽ ദി പെന്തിക്കോസ്റ്റ് മിഷൻ കൈവിടപ്പെടും, TPM എടുക്കപ്പെടും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ? പഠിച്ചു, മനസ്സിലായോ? ഈ ഹാളിലിരിക്കുന്നവരിലും 2 കൂട്ടരുണ്ട്. ആരൊക്കെ? ദി പെന്തിക്കോസ്റ്റൽ
മിഷൻ. പണ്ട് സിലോൺ പെന്തിക്കോസ് മിഷൻ എന്നുള്ള പ്രശംസിച്ചൊരു കാലമില്ലേ? ആ പ്രശംസക്കാരെല്ലാം ഇപ്പോഴും ദീപ് പെന്തിക്കോസ് മിഷൻ്റെ അംഗമാണ്. പക്ഷേ ഇതിനകത്തൊരു TPM ഉണ്ട്. അതാണ് ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധന്മാർ ഞങ്ങളെ വ്യക്തമായിട്ട് പഠിപ്പിച്ചത്. ആ TPM എന്ന് പറഞ്ഞാൽ ട്രൂ പെന്തിക്കോസ്റ്റൽ മൂവ്മെൻറ്റ്. അത് നിങ്ങൾ മാത്രമല്ല, ലോകത്തിൽ എത്രയോ സംഘടനകൾ, എത്രയോ ആളുകൾ അതിനകത്തുണ്ടെന്നറിയാമോ? പിന്നെ അതൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ ഇല്ല. അറിഞ്ഞ സത്യത്തിൽ നിലനിൽക്കുക. അതാണ് വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കും. 5ഉം 6ഉം ഒന്ന് വായിച്ചേ. അവിടെ രണ്ടും ഉണ്ട്. ദീപ് പെന്തിക്കോസ് മിഷനും ഉണ്ട്, TPM ഉണ്ട്. അവിടെ വായിച്ചേ. അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും. TPM, ട്രൂ പെന്തിക്കോസ്റ്റൽ മൂവ്മെന്റ്. അത് മുഴുവൻ ലോകത്തിലുണ്ടെന്ന്. നിങ്ങളുടെ ഒരു സംഘടന മാത്രമല്ലത്. ആ ട്രൂ, യേശു പറഞ്ഞില്ലേ, ഐ ആം ദ ട്രൂ വൈൻ. വൈനുണ്ട്, മതം വൈനാണ്. പക്ഷെ ട്രൂ വൈൻ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. വെളിച്ചമുണ്ട്, ലൈറ്റ്, അത് മതം. എല്ലാ മതത്തിനും ലൈറ്റുണ്ട്. പക്ഷേ സത്യവെളിച്ചം, ട്രൂ ലൈറ്റ്, ഏത് മനുഷ്യനെയും അവിടേക്കാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ എന്നിങ്ങനെ പെന്തിക്കോസ് കൈകൊട്ടി പെന്തിക്കോസിനെ പൂഴ്ത്തിക്കൊണ്ട് നടക്കുന്നവരല്ല. ഇവിടെ ആരും ഒരു പാസ്റ്റർമാരും അങ്ങനെ പഠിപ്പിച്ചാൽ എനിക്ക് അറിയില്ലാത്ത ചില കസേരഭ്രമമുള്ളതായ ചില പാസ്റ്റർമാരും എല്ലാം പറയുന്നതല്ലാതെ ഞാൻ കണ്ട വിശുദ്ധന്മാർ, മദ്രാസ് മുതൽ ഇങ്ങോട്ട് അറിവുള്ള പല വിശുദ്ധന്മാരും, പാസ്റ്റർ ഡോണ്, പാസ്റ്റർ T. തോമസ്, പാസ്റ്റർ SB ഏണസ്റ്റ്, അങ്ങനെ പ്രമുഖരായ അനേകർ അവരിന്ന് പഠിച്ചല്ലേ ഞാനും. അതുകൊണ്ട് നിങ്ങൾ മതക്കാരാകരുത്, നിങ്ങൾ TPMക്കാരായി കാണപ്പെടുന്നു. ട്രൂ പെന്തിക്കോസ്റ്റൽ. അതിനെന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിലാണ് തുടങ്ങുന്നത്. പെന്തിക്കോസ്റ്റ് തുടങ്ങി തന്നെ പരിശുദ്ധാത്മാവിലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ വേണം തുടങ്ങാൻ, പരിശുദ്ധാത്മാവിൽ അവസാനിക്കണം. എന്നാൽ പൗലോസ് പറയും, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കുന്നു, ആ ജഡത്തിൽ സുമുഖം കാണിക്കുന്നു. കുമിളിയിലെ ആത്മീയ സഭ വളർത്തുന്നതിന് പകരം നിങ്ങളിൽ പലരും ഇവിടുത്തെ സംഘടനാ പെന്തിക്കോസ് മിഷൻ വളർത്താൻ പോയതിൻ്റെ ഒരു വലിയ ദൂഷ്യവശം ഇപ്പോഴും കിടപ്പുണ്ട്. ആ ശാപമാണ് ഇപ്പോഴും നിങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ പലരും ഇതിനെ ആത്മീയത്തിൽ ശ്രേഷ്ഠരാക്കുന്നതിന് പകരം ഞങ്ങളും കത്തോലിക്കരെ പോലെയും യാക്കോബക്കാരെ പോലെയൊക്കെ വലിയ സമൂഹമാണെന്ന് കാട്ടിത്തീർക്കാൻ ശ്രമിച്ചതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ നിങ്ങളും ചിലപ്പോൾ അനുഭവിച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അത് മാറണം. നമുക്ക് മതമില്ല, മാർഗമാണ്. പോലീസ് പറയുന്നില്ലയോ, അപ്പോസ്തല പ്രവൃത്തി പറയുമ്പോൾ നിങ്ങൾ മതഭേദം എന്ന് പറയുന്ന ഞങ്ങളുടെ മാർഗം തിരിച്ചറിയണം. ഏത് പ്രസ്ഥാനവും കുറേ കഴിയുമ്പോൾ ക്ലാവ് പിടിച്ചു പോകും, അല്ലേ? ഒരു നല്ല ചെമ്പിനകത്ത് ഇറച്ചി റോസ്റ്റ് ചെയ്ത് പരിചയപ്പെടുമ്പോൾ കുറേ നാളത് ഉപയോഗിക്കാതിരുന്ന് എന്ത് ചെയ്യും? ക്ലാവ് പിടിക്കും. വീണ്ടും ചിരണ്ടി വൃത്തിയാക്കി കഴിയില്ലെങ്കിൽ അതിനകത്ത് കയറി വെച്ച ക്ലാവ്. അങ്ങനെ പെന്തിക്കോസിനൊരു ക്ലാവുണ്ട്, പെന്തിക്കോസ് മിഷനും ഒരു ക്ലാവുണ്ട്. അത് പലരും ചിരണ്ടി കളയുന്നില്ല. അതിൽ പ്രശംസിച്ചും സന്തോഷിച്ചും പോവുകയാണ്. ദൈവത്തെ പ്രശംസിക്കുന്നതിന് പകരം ചില വിശുദ്ധന്മാരെ പ്രശംസിക്കുന്നു, ഞങ്ങളുടെ ഹോളിനെ പ്രശംസിക്കുന്നു. നമ്മുടെ ഒരു പാസ്റ്റർ ഒരിക്കൽ താൻ പണിത ഫെയ്ത്തോമും ഒരു കലണ്ടർ അടിച്ചതാണ്. നടന്നപ്പോവാ ഒരു ചാർജിലിരിക്കുന്നൊരു പാസ്റ്ററാണ്. പുള്ളിക്കാരനൊരു ഫെയ്ത്തോം പണിതതിൻ്റെ ഈ പറഞ്ഞ പോലെ ഫെയ്ത്തോം ഫോട്ടോ എടുത്തു, തൻ്റെ ഫോട്ടോ, അവിടുത്തെ മദറിൻ്റെ ഫോട്ടോ, ജ്ഞാനസ്നാനത്തൊട്ടിട്ട് സ്നാനപ്പെടുത്തുന്ന ഫോട്ടോ, ഇതെല്ലാം അടിച്ച് കലണ്ടർ അടിച്ചു. ഒരു സെൻറ്ററിൻ്റെ ചാർജിലിരുന്ന ഒരാൾ ചെയ്തതാണ്. കലണ്ടർ അടിച്ച് പ്രഖ്യാപിച്ചൊരു മദ്രാസിൽ നിന്ന് ഓർഡർ വന്നു. എല്ലാ കലണ്ടറും കയറി കത്തിച്ചേക്കാൻ പറഞ്ഞു. തനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ചീഫ് പാസ്റ്റർ ചോദിച്ചു, തനിക്ക് എന്ത് പറ്റി? തൻ്റെ കണ്ണ് കുരുടായോ? ഇടോ, ഇത് മതമല്ല, ഇത് ക്രിസ്തുവിൻ്റെ മാർഗമാണെന്ന് ചീഫ് പാസ്റ്റർ പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നു. എൻ്റെ കൺമുമ്പ് വെച്ചാണ് പറഞ്ഞത്. മനസ്സിലായോ? അതുകൊണ്ട് പലർക്കും ഒരു സമയം കഴിയുമ്പോൾ ഇത് മതത്തിൻ്റെ ക്ലാവ് കയറി പിടിക്കും, ചിരണ്ടിക്കോണം, ഇല്ലെങ്കിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. കാരണം 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് സ്ത്രീ 6-ാം വാക്യം വായിച്ചേ, സ്ത്രീ മരുഭൂമിയിലേക്ക് പോയെന്നാണ്. നിങ്ങളുടെ മതം, നിങ്ങളുടെ പെന്തിക്കോസ്, ഞാൻ പറയുന്നത് നിങ്ങൾ മാത്രമല്ല, ലോകത്തിൽ കാണുന്ന എല്ലാ പെന്തിക്കോസ് മതവും കർത്താവിൻ്റെ വരവിൽ എങ്ങോട്ട് പോകുന്ന വായിച്ചേ. ഞാൻ പറയുന്നതാണോ? എന്നെ നിങ്ങൾ വിമർശിക്കുന്നെങ്കിൽ വചനം വെച്ച് വിമർശിച്ച് ഞാൻ ഏറ്റുകൊള്ളാം. വായിക്കാം. സ്ത്രീ മരുഭൂമിയിലേക്ക് പോയെന്നാണ്. അപ്പം സ്ത്രീ ആരാ? അപ്പോസ്തോലിക സഭ. തലയിൽ നക്ഷത്രമുള്ളതും കിരീടം അണിഞ്ഞോളും, ഇത് നീതി സൂര്യ, ഒക്കെ കറക്റ്റാണ്. നമ്മളെല്ലാം മറ്റാരും പഠിപ്പിക്കുന്നില്ലല്ലോ. ആ സ്ത്രീ കർത്താവിൻ്റെ വരവിൽ മരുഭൂമിയിലേക്കാണ് പോകുന്നത്. പക്ഷെ എടുക്കുന്ന ആരാ? 5-ാം വാക്യം വായിച്ചേ.
അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജാതികളെ ഇരുമ്പുകൾ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അപ്പൊ ആൺകുട്ടി ദൈവത്തിലേക്ക് വായിച്ചേ, കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. കുട്ടി എന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് കുട്ടിയും കോലും കളിക്കത്തില്ലേ? കളിച്ചിട്ടുണ്ടോ? എങ്ങനെ കളിച്ചിട്ടുണ്ടോ? കുട്ടിയും കോലും. കുട്ടി എന്ന് പറഞ്ഞാൽ എത്ര ഇരിക്കും? ഒരു ചാണിരിക്കും അല്ലേ? കോല് മൂന്ന് അടിയിരിക്കും. അപ്പോൾ കുട്ടിയായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ. അതാണ് മത്തായി സുവിശേഷം 18:4. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. അതാണ് ഈ മാർഗം. അതുകൊണ്ടാണ് കുട്ടി ദൈവത്തിലേക്ക് പോകും. ഇത് പലരും ഇതിനകത്ത് വന്നിങ്ങനെ ക്ലാവ് പിടിച്ചങ്ങ് പോവുക. കാരണം മാർഗത്തിൻ്റെ പിന്നാലെ പോകണം ഇച്ചിരി കഷ്ടമായത്. അതിനിച്ചിരി വില കൊടുക്കണം. അവിടെ കുറേ കളികൾ സംഘടന ഉണ്ടാക്കി, സംഘടന വേണ്ട വ്യക്താക്കളാക്കി, വിശ്വാസികളും ചുരുക്കം ചില വേലക്കാരും അങ്ങനെ മതം വളർത്തുന്ന ഒരു അവസ്ഥയായിട്ട് മാറും. അത് അപകടമാണ് കേട്ടോ. ഇന്ന് മതങ്ങൾ തമ്മിൽ അടിക്കുന്നില്ലേ? ക്രിസ്തീയ സഭകൾ തമ്മിൽ റോഡിൽ കിടന്ന് അടിക്കില്ലേ? മെത്രാന്മാർ റോഡിൽ കിടന്ന് സമരം ചെയ്യുക. വല്ല ആവശ്യമുണ്ടോ? യേശുക്രിസ്തു ഇരുപക്ഷത്തെ ഒന്നാക്കിയെങ്കിൽ എവരുടെ പ്രവർത്തനം കൊണ്ട് ഒരു പക്ഷത്തെ ഇരുപക്ഷമാക്കി മാറ്റുന്ന ക്രിസ്തു മതമാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. ആ മതം നിങ്ങളെ പിൻപറ്റില്ലേ? പെന്തിക്കോസ് മിഷൻകാരെ നിങ്ങളെ ആ പിശാച് കയറി പിടിക്കരുത്. പണ്ടൊന്ന് പിടിച്ചതാണ് 84-ൽ. പക്ഷേ ദൈവം തമ്പുരാൻ പുറത്താക്കി കളഞ്ഞെല്ലാത്തിനെയും. CPM എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായില്ലേ? അന്ന് CPM എന്ന് പറഞ്ഞ വലിയ പ്രശംസയായിരുന്നു. ഞങ്ങൾ CPMക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ പോലെ എവരും വലിയ പ്രശംസ. അടിച്ച് ദൂരെ കളഞ്ഞു ദൈവം തമ്പുരാൻ. ശലോമോനെ ആലയത്തെ ഉടച്ചു കളഞ്ഞ പോലെ ആൽവിനെയും കളഞ്ഞ് ആൽവിൻ്റെ CPMനെയും ദൈവം ദൂരെ കളഞ്ഞു. ഇതൊക്കെ ഓർമ്മയിലിരിക്കണം. ഇതൊക്കെ പറയാനാ സഹോദരൻ എന്നെ ജീവനോട്. ഞാൻ 2 പ്രാവശ്യം മരിച്ചതാണ്. മരിച്ചിട്ട് വീണ്ടും ജീവനോട് വെച്ചിരിക്കുന്ന ഈ സത്യം വിളിച്ചു പറയാനായിട്ട്. അല്ലാതെ പെന്തിക്കോസിൽ ഒരു കസേര ഇരുന്നുകൊണ്ട് ഭരിക്കാമെന്നവനല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നവർ ഞാൻ നിങ്ങളൊക്കെ വലിയവരൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം അഹങ്കാരവും നിങ്ങളും വന്നിട്ടുണ്ട്. ദൈവം എന്നെ അടിച്ച് താഴ്ത്തിയിട്ടുണ്ട്. ഇന്നും അതുകൊണ്ട് നിൽക്കുക. അല്ല, വിശുദ്ധന്മാർ താഴ്ത്തിയിട്ടുണ്ട്. 2 താഴ്ച എനിക്ക്. നമ്മൾ ആദ്യം വായിച്ച വാക്യമില്ലേ? എന്താ? യെശയ്യാ 63 വായിക്കാം. അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? അവനെ അന്വേഷിച്ചോണം. അവനെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന് 5-ാം വാക്യം വായിക്കുമ്പോൾ അവനെ കൂടാതെ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളെപ്പോലെ ഭാഷന്മാർ കാണും, വലിയ വലിയ അപ്പച്ചന്മാർ കാണും, നിങ്ങൾ വലിയ ഹോള് കാണും, ഫെയ്ത്തവും കാണും, സൗകര്യമാർ കാണും. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. എന്നെ കൂടാതെ വായിച്ച് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ നടത്തിയവൻ എവിടെ? അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫേസ്യർ 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. വായിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി. ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിച്ചാൽ നടത്തിപ്പ് പോയി. പിന്നെ ഞങ്ങൾ നടത്തിപ്പാന്ന് പറഞ്ഞൊക്കെ ഒരുപാട് പറയാം. മറ്റുള്ളവരുടെ മേൽ കർത്തൃത്വം ചെയ്യാനൊക്കെ നമുക്ക് നടത്തിപ്പെന്നൊരു വാക്യം ഉപയോഗിക്കാം. പക്ഷേ അത് പരിശുദ്ധാത്മാവിലല്ലെങ്കിൽ ആ നടത്തിപ്പ് അപകടമാണ്. ചിലപ്പോൾ മാനുഷിക ബുദ്ധി കൊണ്ട് ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ തോന്നിയെന്നും വരാം. ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാനിന്നിപ്പോൾ ഈ സ്ഥാനത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഈ വചനം പറയാൻ പ്രാപ്തനായതിന് കാരണം ഞാൻ കുറേ പഠിച്ചുകൊണ്ടല്ല. പഠിച്ച് ഞാൻ പലപ്പോഴും നിഗളിയായി തീർന്നിട്ടേ ഉള്ളൂ. എനിക്കറിയാം. എൻ്റെ ആരംഭകാലത്ത് ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്തിൽ ഞാനന്ന് ആലപ്പുഴ IIT-യിലെ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന കാലമാണ്. അപ്പോൾ ഒരുപാട് പരിചയമുണ്ട്. അങ്ങനെ പല വിഭാഗക്കാരും എവരിയം ക്രൂസയുടെ പല ബന്ധുക്കോസുകാരുടെ സംഘടനയിലൊക്കെ ഞാനിങ്ങനെ സുവിശേഷത്തിന് പ്രവർത്തിക്കാൻ പോകും. അങ്ങനെ ആ കാലത്ത് ചില ബൈബിൾ കോളേജുകാർ എനിക്ക് കോളേജിൽ പോകും. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കറസ്പോൺസായിട്ട് പഠിക്കുമായിരുന്നു. ഈവൻ അമേരിക്കയിലെ അംബാസഡർ കോളേജ് എന്ന് പറയുന്നൊരു കോളേജുണ്ട്. അവർ സയൻറ്റിഫിക് ശാസ്ത്ര ഗവേഷണങ്ങളും കൂടെ ബൈബിൾ വെച്ച് പഠിപ്പിക്കുന്ന ഒരു കോളേജാണ്. അപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റ്. അവരാണ് ഈ പ്ലെയിൻ ട്രൂത്ത് എന്ന് പറയുന്ന മാസിക ഇറക്കുന്നത്. വലിയൊരു കോളേജാണ്. സ്വന്തമായിട്ട് പ്ലെയിനും സംഘടനയൊക്കെ ഉള്ള പാർട്ടികളാണ്. അപ്പോൾ എനിക്ക് ഒരാൾ അത് പരിചയപ്പെടുത്തി അഡ്രസ്സ് തന്ന് ഞാനിവിടെ ജോയിൻ ചെയ്തു. ഈ ശാസ്ത്ര ഗവേഷണങ്ങളൊക്കെ പഠിച്ച് ബൈബിൾ പറയാമല്ലോ, നല്ലതല്ലേ? അന്നൊക്കെ ഞാൻ പിന്നെ പ്രസംഗിക്കുന്നത് വിശ്വാസിയായിരിക്കും, പ്രസംഗിക്കും. സുവിശേഷ വില വരുമ്പോൾ ഈ ശാസ്ത്രം എല്ലായിടത്ത് പറയും. അങ്ങനെ പറഞ്ഞ് ഒരിക്കൽ ഞാൻ 88-ലെ നാഗർകോവിലെ പാസ്റ്റർ ബോബിയെ കാണാൻ ചെന്നപ്പോഴേ താൻ സുഖമില്ലാതെ കാണാൻ ചെല്ലുമ്പോൾ
പാസ്റ്റർ ബോബി പറഞ്ഞു ഇന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മണി 7:30 ഒന്നും തയ്യാറായി. എന്നാലും നമുക്കറിയാം സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഞാനന്ന് ഗാലക്സിയുടെ പ്രകാശത്തിൻ്റെ വർഷങ്ങളൊക്കെ കാണാൻ പഠിച്ച കാലങ്ങളാണ്. കാരണം അതൊക്കെ അന്നത്തെ പഠിത്ത സമയത്തല്ലേ. ഞാനിതെല്ലാം അവിടെ പ്രസംഗിക്കാൻ തുടങ്ങി. അന്ന് ബെഞ്ചമിനാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് തമിഴിലേക്ക്. പുള്ളിക്ക് ഈ വാക്കൊന്നും കിട്ടുന്നില്ല. എൻ്റെ സയൻറ്റിഫിക് വേർഡുകളും പുള്ളി അങ്ങ് പകുതിയായിപ്പോയിരുന്നു. പിന്നെ ബാബു ജോർജ് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ പാസ്റ്റർ ബാബു ജോർജ് എഴുന്നേറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തു. കുറേ കഴിഞ്ഞ് പുസ്തകമെല്ലാം കണ്ടമാനം വായിക്കുക. ലോഗോസിലും ഡ്യൂളോസിലും എല്ലാം കയറി. പിന്നെ അമേരിക്കയിൽ തന്നെ ഞാൻ അല്ലെങ്കിൽ പലയിടത്തുനിന്നുള്ള നമ്മുടെ ആൾക്കാരുടെ നിന്നൊക്കെ റെഫറൻസ് ബുക്കൊക്കെ പാസ്റ്റർ വെസ്ലി, സിസ്റ്റർ സാലി, ഇവരെല്ലാം അമേരിക്കയിൽ തന്നെ എനിക്ക് പുസ്തകങ്ങൾ അയച്ചു തരുമായിരുന്നു, റെഫറൻസ് ബുക്കുകളൊക്കെ. ഇതെല്ലാം വെച്ച് പഠിച്ചിങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. ലാസ്റ്റ് 87 മുട്ടത്തിരിക്കുമ്പോഴാണ്. അപ്പോൾ പാസ്റ്റർ സക്കറിയാപ്പച്ചൻ പറയുന്നു, ചെറിയാ കുഞ്ഞേ, ഇതൊന്നും വേണ്ട, ഇതിലൊന്നും ഒരർത്ഥവും ഇല്ല, ബൈബിള് മാത്രം മതി. ഇപ്പം ഞാൻ വിചാരിച്ച അന്ന് അപ്പച്ചന് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ലോകപരിചയം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞാന്ന് ഞാനങ്ങ് തിരിച്ചു. എന്നിട്ട് ഞാനിത് വെച്ച് സ്റ്റഡി എടുക്കാൻ തുടങ്ങി. തൊട്ടടുത്ത് കോൺവെൻറ്റിലെ കന്യാസ്ത്രീകൾ പോലും ദേശത്ത് പല പ്രമുഖർ ഈ ക്ലാസ് കേൾക്കാൻ വരും. കന്യാസ്ത്രീകൾ നമ്മുടെ അവിടെ കസേരയിട്ട് ബുധനാഴ്ചത്തെ ക്ലാസ് കേൾക്കും. അത് നമ്മൾ അറിയപ്പെട്ടൊരു മനുഷ്യനായി നല്ല ബൈബിൾ ക്ലാസ്സൊക്കെ എടുക്കുന്നതാണ്. പക്ഷേ ഒരു രാത്രി ദൈവം എന്നോട് സംസാരിച്ചു. നോക്കണം, ദൈവം എന്നോട് സംസാരിച്ച് ശലോമോൻ ആലയം പണിത് ആർക്കാന്ന് ചോദിച്ചു. അപ്പം ദൈവത്തിന് അല്ല, അവസാനം ചെയ്ത ആർക്കാ? അവൻ്റെ ഭാര്യമാർക്കോ അല്ലെങ്കിൽ അവൻ്റെ താല്പര്യത്തിനൊത്തവണ്ണം അന്യദേവങ്ങൾക്ക്. അപ്പോൾ ആസ്ട്രോളജിക്കലും ഹിസ്റ്റോറിക്കലും സയൻറ്റിഫിക്കലായിട്ടുള്ള പുസ്തകമൊക്കെ പഠിച്ച് ഞാനിങ്ങനെ കീറുന്ന സമയത്താണ്. ആത്മീയമുണ്ട്, വെളിപ്പാടുണ്ട്, ആത്മീയമുണ്ട്, എല്ലാം ഉണ്ട്. ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവം എന്നോട് നിർത്താൻ പറഞ്ഞില്ല. ദൈവം എനിക്ക് മനസ്സിലായത് ഈ ജ്ഞാനം ഇതൊന്നും ഇതിനകത്ത് ആവശ്യമില്ല. അന്ന് സക്കറിയാപ്പച്ചൻ പറഞ്ഞ വാക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അങ്ങേര് പറഞ്ഞത് കറക്റ്റാണ്. കാരണം പെന്തിക്കോസ്റ്റ് മിഷനിലെ ഈ ചരിത്രവും സയൻസും ഒന്നുമല്ല ഇവിടുത്തെ അടിസ്ഥാനം. ഇവിടെ വിശുദ്ധന്മാരുടെ നടത്തിപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് അതുതന്നെയാണ്. പിന്നെ അതിനെല്ലാം അന്യപ്പെട്ടവർ കാണും. ഇപ്പം നമ്മളുമൊക്കെ അങ്ങനെ വന്നവരല്ലേ. വചനം, അതുകൊണ്ടാണ് നമ്മുടെ ഭാഷന്മാർ പറയുമ്പോൾ മിക്കവാറും വചനങ്ങളല്ലേ പറയത്തുള്ളൂ. അവർക്ക് സയൻസോ ചരിത്രമോ അറിയാൻ വേണ്ടിയിട്ടല്ല, അറിയാവുന്നവരും പറയത്തില്ല. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ ചിലപ്പോൾ ചില പ്രോത്സാഹനത്തിന് വേണ്ടി പറയുന്നതല്ലാതെ പലരും അറിയാവുന്നവർ പോലും പറയും. ഭാഷ നോണൊക്കെ ആരാന്നറിയാമോ? അദ്ദേഹം അങ്ങനെ അധികം ഇത് പറയാറില്ല. ഭാഷ ഏണസ്റ്റ്, ഇവരൊക്കെ മാത്രം പഠിച്ച മനുഷ്യരാണ്. അപ്പോൾ വചനത്തിന് മാത്രമേ നമ്മൾ ഉയർപ്പിക്കാൻ, മറ്റേ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും, കേട്ടുകൊണ്ടിരിക്കുക. സിനിമാ കഥകൾ കേൾക്കുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ. പിന്നെ അനുഭവങ്ങൾ, അത് സത്യമാണ്. എൻ്റെ മനസ്സങ്ങ് തകർന്നു പോയി. മുട്ടത്ത് വെച്ചാൽ അന്ന് ഒരുപാട് ആത്മാവ്, 2 കന്യാസ്ത്രീകൾ, ഒരു അച്ഛൻ, ഇവരൊക്കെ മനസ്സാന്തരപ്പെട്ട് വന്ന സമയങ്ങളാണ്. തമ്പിയുടെ കുടുംബം, പല കുടുംബങ്ങൾ. അങ്ങനെ വേറെ നല്ല പ്രശസ്തി ആയിരിക്കുമ്പോഴാണ് ദൈവം എന്നോട് പറഞ്ഞത്, ഇത് ശലോമോൻ്റെ ആലയം. എൻ്റെ ഹൃദയം തകർന്നു പോയി. എനിക്ക് മനസ്സിലായി ഞാൻ ദൈവം ഇഷ്ടമില്ലാത്തൊരു പരിപാടി ഇതിൻ്റെ ഇടയ്ക്കൂടെ നടത്തുന്നത്. ഞാൻ മുട്ടുകുത്തി. അന്ന് വലിയൊരു അലമാരി, നമ്മുടെ ഇപ്പോൾ എൻ്റെ മുറിയിലിരിക്കുന്നതിനേക്കാളും വലിയൊരു അലമാരി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് നിറച്ച് 10 റെഫറൻസ് ബുക്കുകൾ. അംബാസഡർ കോളേജ് ഞാൻ പഠിച്ച കുറേ ചരിത്ര ഗവേഷണ പുസ്തകങ്ങൾ, ഇതെല്ലാം ഉണ്ട്. ഒരു ലൈബ്രറി പോലെ വെച്ചിരിക്കുക. അതുപോലെ പലരുടെ പ്രസംഗങ്ങൾ, കാസറ്റുകൾ, ടേപ്പ് റെക്കോർഡ്. ഞാൻ മുട്ടുകുത്തി, കർത്താവേ, ഇത് നിനക്ക് പ്രസാദമില്ലാത്തതാണെന്നുകൊണ്ട് ഇന്നിത് സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് മുതൽ ഞാനിതിൽ ഒരു ബുക്ക് പോലും തൊടത്തില്ല. ഇവിടുന്ന് ട്രാൻസ്ഫറായി പോകുമ്പോൾ എൻ്റെ തുണിയും ബൈബിളും അല്ലാതെ ഒരു സാധനം ഞാനിവിടുന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചു, മുട്ടത്തുനിന്ന്. അങ്ങനെ എനിക്ക് മാറ്റം വന്നു. പട്ടംകോളനിക്ക് ലിങ്കനും ഇവരൊക്കെ സാക്ഷികളാണ്. പട്ടംകോളനി എന്ന ലിങ്കനാണ്, ഒരു ജീപ്പൊക്കെ ഉണ്ട്, പലപ്പോഴും നമ്മളെ കൊണ്ടുപോകുന്ന ആളാണ്. ഞാൻ ട്രാൻസ്ഫർ, അപ്പോൾ ജോയ് സാറും ഇവരെല്ലാം കൂടി എന്നെ ട്രാൻസ്ഫർ ആക്കാൻ അംബാസഡർ കൊണ്ടുവന്ന്, ഞാനിപ്പോഴും ഓർക്കുന്നു, ജോയ് സാർ നല്ല സ്പീഡുള്ള മനുഷ്യനല്ലേ. പുള്ളി കൊണ്ടുവന്ന് ആ ഡിക്കിയൊക്കെ തുറന്ന് വെച്ച് എൻ്റെ പെട്ടിയൊക്കെ എടുക്കാൻ വേണ്ടി അദ്ദേഹം മുറിക്കകത്ത് നിന്നാൽ പെട്ടിയൊന്നുമില്ല. പക്ഷേ പെട്ടിയൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെ പെട്ടിയൊക്കെ പോയി. 3 പെട്ടി ഉണ്ടായിരുന്നു. സുവിശേഷ വില വന്നപ്പോൾ 1.5 പെട്ടി കൊണ്ട് വന്നതാണ്. ഇപ്പം 3 പെട്ടിയായി. അതിലൊരു പെട്ടി ഞങ്ങൾ കൽക്കട്ടയിലെ കട്ടാക്കിൽ പോയ സമയത്ത് പാസ്റ്റർ ബോബി ഞങ്ങൾ ഒന്നിച്ചിരുന്നതാണ്. പുള്ളി അന്നത്തെ കാലത്ത് നല്ല ലെതർ ഒരു വലിയ സൂട്ട് കേസ് എനിക്ക് വാങ്ങിച്ചു തന്നു. തമ്പി എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് വെച്ചാണ്, ആർക്കും കൊടുക്കൂടാതെ. അതുൾപ്പെടെ അന്ന് ഓരോരുത്തർ കൊടുത്ത് സകല സാധനങ്ങൾ പെറുക്കി കൊടുത്ത് ബുക്കെല്ലാം അവിടെ ഉപേക്ഷിച്ച്
2 പ്ലാസ്റ്റിക് സഞ്ചിയിൽ, ദൈവത്തിന് പ്രസാദമില്ല, നമ്മളെന്തിനാ ചെയ്യുന്നത്? 2 പ്ലാസ്റ്റിക് സഞ്ചിയിൽ എൻ്റെ ബൈബിളും പാട്ടുപുസ്തകവും, 3 ബൈബിൾ ഞാൻ റെഫർ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്, മലയാളവും തമിഴും ഇംഗ്ലീഷും. ഇത് 3 വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് അത് 3 ഞാനിങ്ങനെ റെഫർ ചെയ്യും. ആ 3 ബൈബിളും പാട്ടുപുസ്തകവും മാത്രം ഒരു പ്ലാസ്റ്റിക് കിറ്റിൽ, ഒരു 3 സെറ്റ് തുണി, 3-4 സെറ്റ് തുണി, ബാക്കിയെല്ലാം പെറുക്കി ഓരോരുത്തർ കൊടുത്ത് ഈ 2 കയ്യിലെ ഈ കിറ്റുമായിട്ടാണ് പട്ടംകോണിലേക്ക് വരുന്നത്. പട്ടംകോണിൽ വെച്ച് എനിക്ക് സൂട്ട് കേസേ ഇല്ലായിരുന്നു, പെട്ടിയേ ഇല്ലായിരുന്നു. പക്ഷേ ലിങ്കിനോട് ചോദിച്ചേ, അവിടെ നടന്ന മിനിസ്ട്രി, ഒരൊറ്റ മെസ്സേജ് കഴിഞ്ഞപ്പോൾ 17 പേര് സുവിശേഷ വേലയ്ക്ക് പ്രതീക്ഷിച്ചു. ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുന്നിടത്തല്ലേ ആത്മാക്കൾ. ഡോക്ടർ പ്രസാദും ലീനയൊക്കെ അങ്ങനെ വിശ്വാസിച്ചുണ്ട്, സിബിയും കുടുംബവും ഓപ്പൺ എയർ കിട്ടിയതാണ്. അതുപോലെ തന്നെ കമ്പംമെട്ട് ഞങ്ങൾ 2 ദിവസം സുവിശേഷ പ്രവർത്തനം നടത്തിയപ്പോൾ അവിടുത്തെ തങ്കച്ചായന് ഹിന്ദു മനുഷ്യ, പക്ഷെ പെട്ടെന്ന് ദൈവം ഇടപെട്ട് സ്ഥലം തന്ന് അങ്ങനെ ആ ഫെയ്ത്ത് അവിടെ ആരംഭിച്ചു. നെടുങ്കണ്ടം ആ കൂട്ടത്തിൽ പൈലച്ചനും കുടുംബവും സുവിശേഷ വേലയ്ക്ക് പ്രതീക്ഷിച്ച് 5 ഏക്കർ സ്ഥലം വിറ്റ് 2.5 ഏക്കർ ചേട്ടൻ്റെ മകന് കൊടുത്ത് 2.5 ഏക്കർ വിറ്റ് നെടുങ്കണ്ടത്തെ സ്ഥലം വാങ്ങിച്ച് എന്നോട് പറഞ്ഞാൽ ഫെയ്ത്തോം പണിയാം, ഇത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ പോരുക. ഞാനും കൂടെ നിന്ന് ഫെയ്ത്തോം പണിത് അവസാനം ഒരു സുവിശേഷ വേലയ്ക്ക് വന്നു. അവിടെ പ്രവർത്തിച്ചപ്പോഴാണ് മാവടിയിലെ നമ്മുടെ ബാബുച്ചാൻ്റെ സ്വന്തക്കാരാരാ, മാവടി വക്കച്ചൻ കുടുംബവും ബൈബിൾ ക്ലാസ് കേൾക്കാൻ വന്ന് അങ്ങനെ അവർ മാവടി സ്ഥലം തന്ന് ഹോള് കൊടുന്നു. നോക്കണം, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. നോക്കണം, ഒരു ലോകജ്ഞാനവും വേണ്ട കർത്താവ്, ഇനി ഞാൻ മെസ്സേജ് കൊടുക്കുമ്പോൾ അവിടെ ചെന്നിരിക്കുന്ന ഈ മനസ്സിൽ തരുന്നത്. ഇന്നും അങ്ങനെയാണ് കേട്ടോ. ഇന്നും വേറൊരു മെസ്സേജ് കൊടുക്കാൻ വന്നതാണ്. 3 രാജാക്കന്മാരുടെ നിഗളം മനസ്സിൽ തോന്നി വന്ന, പക്ഷേ ദൈവം പറയുമ്പോൾ പിന്നെ നമുക്ക് അപ്പുറത്തൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ആ മിനിസ്ട്രിയിൽ നോക്കണം, അവിടെ വെച്ചാണ് എൻ്റെ മുറിയിൽ 2 ദൂതന്മാർ വന്നത്, വിശുദ്ധന്മാർ വന്ന് ഭാവിയെക്കുറിച്ച് സംസാരിച്ചത്. അതല്ലേ നല്ലത്. അന്ന് മുതൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ലോകജ്ഞാനമല്ല, ലോകജ്ഞാനം വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അത് പുറകെ നിൽക്കണം. പത്രോസ് പറഞ്ഞില്ലയോ, ലെറ്റ് ബിഹൈൻഡ് മീ. അപ്പോൾ ഈ മാർഗത്തിൻ്റെ അതാണ് അന്ന് സക്കറിയാപ്പച്ചൻ പറഞ്ഞത്, ചെറിയ കുഞ്ഞ് ഈ ബൈബിൾ പഠിച്ചാൽ മതി, മറ്റേതൊക്കെ കുറേ തല വീർപ്പിക്കാവുന്നുള്ളേ ഉള്ളൂ. എന്നാലും പിന്നെയും കുറേ വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പല കാര്യങ്ങളിങ്ങനെ ലോകത്തിൻ്റെ അല്ലെങ്കിൽ പല സംഭവങ്ങളൊക്കെ വായിച്ച് തലയ്ക്കകത്ത് പിന്നെയും കയറി കുറേ അറിയാതെ. അപ്പോൾ നമുക്കൊരു നിഗളം വരും, നമ്മൾ ഏതാണ്ട് അറിവുള്ളവരാണ് അല്ലെങ്കിൽ മറ്റുള്ള സംസാരിക്കാൻ പ്രാപ്തനാണ്. രണ്ടാമത്തെ നിഗളം, ആദ്യത്തെ നിഗളം അവിടെ വെച്ച് ദൈവം ഉടച്ചു. അന്ന് ഞാൻ മരിച്ചല്ലോ, മരിച്ചു കഴിഞ്ഞ് ദൈവം എന്നെ ഉയർപ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ, തോമസിനെ ദൈവം എടുത്ത് എന്നെ ജീവനോടെ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ പഠിപ്പിച്ച സത്യങ്ങൾ മനുഷ്യൻ്റെ മുഖം നോക്കാതെ അറിയിക്കണം. അതിനിടയ്ക്ക് 2ാം പ്രാവശ്യം എനിക്ക് നിഗളം വന്ന് ഈ 3 സ്റ്റേജസിൻ്റെ വിഷയം പഠിപ്പിച്ചിങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, പക്ഷേ TU തോമസ് ഉൾപ്പെടെ പലരും വളരെ സന്തോഷമായിട്ട് പ്രശംസിച്ചു. ചെറിയാകുഞ്ഞ് ഇത് ദൈവം തന്നാ, ഞങ്ങൾക്ക് ആർക്കും തന്നില്ലെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ആ കൂട്ടത്തിലും പള്ളിപ്പാട്ട് വെച്ച് ഞാൻ ഇതെടുത്ത സമയത്ത് പള്ളിപ്പാട്ട് വെച്ച് ഈ വിഷയം എടുത്തു കൊടുത്ത് പള്ളിപ്പാട്ടുകാർക്കൊരു തലക്കനമുണ്ട് കുറേ പേർക്ക്. ഞങ്ങളേതാണ്ട് പഴയ പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്, ഞങ്ങളെ കവിഞ്ഞ് ആരും ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഇവരുടെ തലക്കിട്ടൊരു കൂട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, പൗലോസ് പറഞ്ഞ പോലെ നിങ്ങളെക്കാൾ ഒട്ടും മോശക്കാരല്ല, നിങ്ങൾ സുറിയാനിയാണെങ്കിൽ ഞാൻ സുറിയാനി, നിങ്ങൾ സിറിയനെങ്കിൽ ഞാൻ സിറിയനെ, പക്ഷേ നിങ്ങളെക്കാൾ ഒരു യോഗ്യതയോടെ എൻ്റെ സർട്ടിഫിക്കറ്റ് കൂടുതലുണ്ടെന്ന് പറഞ്ഞു. പൗലോസ് പറഞ്ഞാൽ റോമൻ പൗരത്വം പോലെ റോമൻ്റെ എന്നുള്ള വാക്കെൻ്റെ ഈ SLC ബുക്കിലുണ്ട്, നിങ്ങളുടെ ബുക്കിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സാധാരണ സിറിയൻ ക്രിസ്ത്യനല്ല, പിന്നെ ആരാ, റോമൻ കൂടെ ചുമ്മാതെ അടിയടിച്ച് ചെമ്മാറ് തലക്കിട്ടൊരു വോട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്തത്. പക്ഷേ അന്ന് പ്രശംസിച്ച TU തോമസിന് 1999 മദ്രാസ് വന്നപ്പോൾ എന്നെ വിളിച്ച് താനെ മുറിക്കകത്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ചെറിയാകുഞ്ഞിൻ്റെ നിഗളമാണ് പ്രസംഗിച്ചത്, നിഗളമാണ്, മറ്റതൊക്കെ എനിക്ക് സന്തോഷമായി, പക്ഷേ ഇത് നിഗളമാണ്. ഞാൻ സന്തോഷത്തോടെ ഏറ്റുകൊണ്ട്, കാരണം അങ്ങനെയുള്ള വിശുദ്ധന്മാർ നമുക്ക് ആവശ്യം. മുഖത്ത് നോക്കി നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതാണ് യഥാർത്ഥ വിശുദ്ധന്മാർ. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച, ഇപ്പോഴല്ല കഴിഞ്ഞ അങ്ങ് ഞായറാഴ്ച അല്ല വെള്ളിയാഴ്ച ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ കട്ടപ്പന ചെല്ലുമ്പോൾ സെൻട്രൽ പാസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു, ചെറിയാകുഞ്ഞ് 2-3 പാസ്റ്റർമാർ ചെറിയാകുഞ്ഞിൻ്റെ മെസ്സേജിൽ ഇച്ചിരി ഇതായിട്ടൊക്കെ ചിലരൊക്കെ അധികം പറയുന്നു, അതുകൊണ്ട് ഇനി മെസ്സേജ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു, പബ്ലിക്കിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശരി ഓക്കെ. ഞാൻ പറഞ്ഞു മെസ്സേജിനേക്കാൾ അനുസരണമാണെന്ന് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇല്ലേ, എന്നോട് ദൈവം പറഞ്ഞതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് വേണേൽ പറയാം. പക്ഷേ ഒരു നടത്തിപ്പുള്ളിടത്തോളം കാലം നമ്മൾ നടത്തിപ്പിന് അദ്ദേഹമാണെങ്കിൽ വളരെ സ്വതന്ത്രമായിട്ട് സംസാരിക്കുന്ന ഏത് കാര്യം തോന്നുന്നത് സംസാരിക്കും. എനിക്ക് ഇഷ്ടം ആ കാര്യത്തിൽ. ഈ വളഞ്ഞ വഴി കൂടെ ആപ്പ് വെക്കുന്നതിനേക്കാളും ഏത് കാര്യം തുറന്ന് സംസാരിക്കുന്നില്ല നല്ലത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തെ ബഹുമാനമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, വേണ്ട ഇനി
യൂട്യൂബിലൊന്നും അയക്കണ്ട. ഞാൻ പറഞ്ഞു ഓക്കെ. നിശ്ചയം പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് ഇല്ല. നടത്തിപ്പുകാരനാണ്, അതുകൊണ്ടാണ്. നടത്തിപ്പുകാരൻ പറയുന്നതിനേക്കാൾ മേളിൽ ചെയ്താൽ അതൊരു അനുഗ്രഹമല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്രസംഗത്തെക്കാളും 10,000 പേര് കേൾക്കുന്നതല്ല വിഷയം, അനുസരണമാണെന്ന് അറിയാമെന്നുണ്ട് നിർത്തിയെന്ന് പറഞ്ഞു. പുള്ളിയും വലിയ സന്തോഷമായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 2 ഫോൺ വന്നു. അതിലൊന്ന് എറണാകുളത്ത് ലാസ്റ്റത്തെ ചെറിയാങ്കുഞ്ഞിൻ്റെ പ്രസംഗം കേട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കാൻ തുടങ്ങിയ 2 പേര് കുടുംബത്തിൽ ഈ മെസ്സേജ് കേട്ടപ്പോൾ അവർക്ക് വലിയ കരച്ചിലും അനുതാപവും ഉണ്ടായി. അങ്ങനെ അവർ എൻ്റെ നമ്പർ അന്വേഷിച്ചപ്പോൾ കട്ടപ്പനയിൽ നമ്പർ കൊടുത്തു. അങ്ങനെ കട്ടപ്പനയിലെ പാസ്റ്റർ എൻ്റെ നമ്പർ കൊടുത്തിട്ട് അവരോട് സംസാരിച്ച് അവരെന്നെയും വിളിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു വിഷയം വന്നു. അതുകൊണ്ട് ചെറിയാങ്കുഞ്ഞ് അവരങ്ങനെ പറഞ്ഞെങ്കിലും ആ മെസ്സേജ് മറ്റു പലർക്കും അനുഗ്രഹമാണെന്ന് എനിക്കറിയാൻ സാധിച്ചു. അതുകൊണ്ട് നിർത്തണ്ട, ദൈവം തരുന്ന പോലെ അറിയിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നോക്കി, അപ്പോൾ ദൈവേഷ്ടമാണെങ്കിൽ നമ്മൾ അനുസരിച്ചുകൊണ്ടൊരു തെറ്റും ഇല്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യം കൊടുത്തര്. അപ്പം നമ്മളൊരു നടത്തിപ്പിൻ്റെ കീഴിൽ ജീവിക്കുമ്പോഴാണ് നമുക്കൊരു സുഖം. ഇന്ന് എൻ്റെ നിലനിൽപ്പിൻ്റെ രഹസ്യം അതാണ്. ഞാൻ ഇന്ന് ഇത്രയും ശാന്തത അല്ലെങ്കിൽ സന്തോഷമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണവും ഈ സഭയുടെ നടത്തിപ്പിന് കീഴിൽ വളർന്നുകൊണ്ടാണ്. അവരൊരു പക്ഷേ സ്വാർത്ഥതയ്ക്കായി പറഞ്ഞാൽ പോലും നമ്മൾ അനുസരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഞാൻ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ എൻ്റെ ഒരു ട്രാൻസ്ഫറിന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ കൂടെ ഒരു സഹോദരിമാരെ മാറ്റിത്തരാൻ പറഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു സഹോദരി വേണമെന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇതൊന്നും നമ്മുടെ അജണ്ടയല്ല. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൽ പോയി വേല ചെയ്യുമ്പോൾ ആരാ കൂടെ ഉണ്ടായിരുന്നത്? 95-ാമത്തെ വയസ്സിൽ. ഇതാണ് എൻ്റെ വെളിപ്പാട്. അതുകൊണ്ട് നമുക്കൊരു നടത്തിപ്പ് എപ്പോഴും നല്ലതാണ്. മറ്റ് പല ഗ്രൂപ്പിൽ ഇന്ന് ആ നടത്തിപ്പില്ലാത്തതുകൊണ്ട് എല്ലാവരും സ്വതന്ത്രക്കാരാണ്. അവനവൻ പിടി, അവനവൻ യാത്ര. അതുകൊണ്ട് അവനവൻ കടമ്പ, കാവാലം നാരായണപ്പുറയ്ക്കൊരു പുസ്തകമുണ്ട്, പണ്ടത്തെ പുസ്തകം, അവനവൻ കടമ്പ. അവനവനുണ്ടാക്കിയ കടമ്പയാണെങ്കിൽ അത് തട്ടി വീഴുന്നതാണ്. അവനവൻ കടമ്പ പൊത്തോ. ഇതാണ് എൻ്റെ. ഓരോ മനുഷ്യരുടെ ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു കടമ്പ ഉണ്ടാക്കും. ആ കടമ്പയിൽ കൂടെ അവൻ പോകാൻ നോക്കും, അവസാനം പൊത്തോന്ന് പറഞ്ഞ് വീഴും. എന്നാൽ നമ്മളെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിനാലും ദൈവം വെച്ചിരിക്കുന്ന നടത്തിപ്പിൻ്റെ കീഴിൽ നമ്മൾ അഭ്യസിച്ച് പോകുന്നതുകൊണ്ട് ഒരു വലിയ സുഖമുണ്ട്. ഇപ്പം ഞങ്ങളോടൊക്കെ പറയും, വെളിയിലെവിടെയെങ്കിലും പോകുന്നെങ്കിൽ അറിയിച്ചിട്ടേ പോകാവുള്ളൂ. ചിലപ്പോൾ ചില സഹോദരങ്ങൾ അറിയിക്കത്തില്ല. ഞാൻ ഈ പ്രായത്തിലും എവിടെ പോയാലും നടത്തിപ്പാടും അതൊരു സേഫല്ലേ, നമുക്കൊരു താങ്ങല്ലേ. അവിടെ എനിക്ക് എവിടെ വേണമെങ്കിൽ പോകാം, അല്ല ഇത്രയും പ്രായമായി എന്ന് പറയുന്നില്ലല്ലോ അർത്ഥം. അപ്പോഴും പെട്ട പാടുകളിനാൽ തന്നെയല്ല അങ്ങനെ നടത്തിപ്പുകാരുടെ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകത്തില്ലേ. അല്ല ഞാൻ പ്രാർത്ഥന എന്നെ ആരും നടത്തണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിഗളമാണ്. അങ്ങനെ പല സന്ദർഭങ്ങളിലും നമുക്ക് നിഗള സ്വഭാവങ്ങൾ വരുമ്പോൾ ദൈവത്തിന് നമ്മളെ താഴ്ത്താൻ അറിയാം. പിന്നെ മനുഷ്യൻ്റെ കയ്യിൽ ഇതുവരെ ദൈവം കൊടുത്തില്ല. കാരണം ദൈവം താഴ്ത്തുമ്പോൾ തന്നെ ഞാൻ താഴ്ന്നു കൊടുക്കും. മൂന്നാമതായി എൻ്റെ ജീവിതത്തിൽ വന്നൊരു വലിയ നിഗള സ്വഭാവം കോഴിക്കോട് വെച്ചായിരുന്നു. കോഴിക്കോട് വെച്ച് ഇതുപോലെ നമ്മൾ പ്രവർത്തിക്കുന്ന നല്ല പ്രവർത്തനം നടക്കുന്ന സമയത്ത് അറിയാതെ നീളം വരും. പിശാച് നമ്മളെ കൂടെ നീളം ഉണ്ടാകും. അപ്പോഴും ദൈവത്തിന് എന്നെ വീണ്ടും മത്തായി സുവിശേഷം 18-4 വാക്യം പറയുന്ന പോലെ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. അപ്പം നമുക്ക് ഈ പ്രമാണവും നിയമങ്ങളൊക്കെ വലിയൊരു കർശനമല്ലായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച ഉപദേശങ്ങളും നിയമങ്ങളും പ്രമാണങ്ങളും ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. 4 മണി പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ആകാൻ പാടില്ലെന്നായിരുന്നു എൻ്റെ നിയമം. കാരണം വിശുദ്ധന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് 10 മണി പാടുന്നത് 10 മണിന്ന് കറക്റ്റായിരിക്കണം. എന്നാൽ പിന്നീട് അതിലും ദൈവം എന്ത് ചെയ്തു? മറ്റുള്ളവരുടെ മേൽ നമ്മളിതൊന്നും അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളതായ അറിവുകളെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി 2013 മുതൽ 15 വരെ, അത് നിങ്ങളെന്നെ കണ്ടാൽ അറിയാം, എൻ്റെ തലയ്ക്കകത്ത് ബ്രെയിൻ ക്യാൻസർ പിടിക്കാൻ തുടങ്ങി. ആവശ്യമില്ലാത്ത സെൽസുകൾ ബ്രെയിനെല്ലാം ദൈവം കരിക്കാൻ തുടങ്ങി. ലോകപ്രകാരം ഉണ്ടാകുന്ന ക്യാൻസർ പോലെ ബ്രെയിൻ ക്യാൻസർ. അന്ന് കോഴിക്കോട് വെച്ച് അവർ പറയും, ഒരിക്കലൊരു മദർ എന്നോട്, ഇനിയും ചെറിയാങ്കുഞ്ഞ് പാസ്റ്ററുടെ മൂക്ക് മാത്രമേ കറക്കാനുള്ളൂ എന്ന് പറഞ്ഞതാണ്. മൂക്ക് മാത്രമേ കറക്കാനുള്ളൂ, ബാക്കിയെല്ലാം കറുത്തുന്നത്. കാരണം ഈ അകത്ത് പോവുകയാണ്. എന്താ നടക്കുന്നത്? വേണ്ടാത്ത ദൈവഹിതമില്ലാത്തതായ വേണ്ടാത്ത നിയമങ്ങളോ പ്രമാണങ്ങളോ ഒക്കെ ദൈവം ഒന്ന് കരിക്കാൻ തുടങ്ങി. ആ കരിക്കട്ട പോലെ മുഖത്തും വെളിപ്പെടാൻ തുടങ്ങി. ഇപ്പോഴും അതിൻ്റെ ഒരു ചെറിയ സിമ്പിളുണ്ടല്ലോ, ഈ പാട്. അപ്പോൾ ആ വെളുത്ത മുഖം ശരിക്കും കൂടെ കറക്കാൻ തുടങ്ങി. കരിക്കട്ട പോലെ കണ്ടാൽ ഭയാനകമായി തോന്നും. പക്ഷെ ഉള്ളതിലേക്ക് സന്തോഷം. കാരണം നമ്മളെ സെരുബാബിൻ്റെ ആലയം 3ാമത്തെ സ്റ്റേജിലേക്ക് പ്രവാസത്തിൽ നിന്ന് വിടുവിക്കുന്ന ആൾ ഉപദേശം അറിയാവുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ കാണുന്നവർക്കെല്ലാം ഭയാനകമായി, പ്രയാസമായി. പാഷന്മാർ പോലും
അന്തം വിട്ടുപോയി, ഞാനിപ്പോൾ മരിച്ചു പോകുന്നതാണ്. അങ്ങനെ 2 വർഷക്കാലം ആ പ്രവാസത്തിൽ കൂടെ നടക്കേണ്ടി വന്നു. അപ്പം ആൾക്കാരെല്ലാം ചെറിയാകുഞ്ഞതോടെ മരിച്ചു പോകും. പക്ഷേ എനിക്കറിയാം ഈ ഉപദേശം, സെരുബാബലിൻ്റെ ഉപദേശം അറിയാവുന്നതുകൊണ്ട് പ്രവാസത്തിൽ നിന്ന് വീണ്ടും സൈന്യത്താലുമല്ല, നമ്മുടെ വർഷങ്ങൾ കൊണ്ടോ പഴക്കങ്ങൾ കൊണ്ടോ നമ്മുടെ അറിവൊന്നുമല്ല ഇനി ആവശ്യം. ദൈവം നടത്തും, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല. അതിനുവേണ്ടിയുള്ള പണിയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ 2 വർഷക്കാലം ആ നിഗള സ്വഭാവങ്ങളും എല്ലാം മാറ്റിയിട്ടെന്ന് പറഞ്ഞില്ല, അത് മാറ്റി ദൈവം വീണ്ടും. അതുകൊണ്ടാണ് എനിക്ക് സന്തോഷത്തോടെ ചേലച്ചോട് വന്ന് വേല ചെയ്യാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഞാൻ വരത്തില്ല, അവരയക്കത്തുമില്ല, ഞാൻ വരാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ആ ഒരു കൺവെർഷൻ നടന്നുകൊണ്ടാണ് ഈ അവസാനം വീണ്ടും ഈ സെൻറ്ററിൽ വന്ന് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന നന്മകളൊക്കെ ചെയ്ത് ഈ പ്രയോജനപ്പെടുമല്ലോ, മറ്റ് കൊട്ടാരക്കരയോ തിരുവല്ലയിലൊക്കെ പോകുന്നതിനേക്കാൾ നല്ലതാണെന്ന് തോന്നി സ്വയം ദൈവത്തിനെ സമർപ്പിച്ച് നടത്തിപ്പാർക്കും ഇഷ്ടമായി അങ്ങനെ വരാൻ സാധിച്ചു. എന്ന് വെച്ചുകൊണ്ട് നീളം പോയതല്ല, ഇനിയുണ്ട്. അങ്ങനെ ഘട്ടമായി നമ്മുടെ നിഗള സ്വഭാവങ്ങളെ തകർക്കുന്നതാണ് ദൈവത്തിന് പ്രസാദം. അതുകൊണ്ടാണ് എവിടെ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നിൻ്റെ ഹൃദയത്തിലുള്ള നീ തന്നെ അറിയണം. നിനക്കറിയാൻ സാധിച്ചില്ലെങ്കിൽ നീ നിഗളിയായി വളർന്നുകൊണ്ടിരിക്കും, അവസാനം നശിച്ചു പോകും. ദൈവം നിഗളികളെ പുറന്തള്ളുന്നതുപോലെ ഔട്ടാക്കും. ആവർത്തനം 8-2 വായിക്കും. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ, തന്റെ കൽപ്പനകൾ നോക്കണം. ദൈവം നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം. അപ്പൊ 40 വർഷം എന്ന് പറഞ്ഞ സീനിയോറിറ്റിക്കായിട്ടല്ല. ഞാനും ചിലപ്പോൾ പറയാറുണ്ട് 41 വർഷമായി. 41 വർഷമായി വന്നെങ്കിലും ഇതിൽ കുറച്ച് സമയങ്ങളെ പണി നടക്കുന്നുള്ളൂ, ബാക്കി വർഷം പോകുന്നുണ്ട്. ദൈവത്തിൻ്റെ പണി ചിലപ്പോൾ കുറേ മണിക്കൂറുകളെ നടക്കുന്നുള്ളൂ. പക്ഷെ അത് വർഷം പറയാനായിട്ടല്ല, നമ്മുടെ സ്വഭാവങ്ങളെ കണ്ടുപിടിക്കാൻ തരുന്ന വർഷങ്ങളാണ് ഈ 40 വർഷം. നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് നീ അറിയണം. തമിഴ് പഠിക്കുക. സിറുമയപ്പെടുത്തുമ്പടി. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി നമ്മൾ ആരായിത്തീരണം? സിറുമയപ്പെടുക എന്നുള്ളതാണ്. അല്ല വലിയ ആളല്ല ഞാൻ. അതുകൊണ്ടാണ് ഉപദേശി പട്ടത്തിൽ നിന്ന് വീണ്ടും പാർശ്വപട്ടം, പിന്നെ വലിയ പട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ആ തലയ്ക്കകത്ത് കയറിയാൽ അപകടമാണ്. ദൈവത്തിന്റെ പദ്ധതി നിന്നെ സിറുമയപ്പെടുത്തുമ്പടിക്ക്. വായിക്കാം. நம்முடைய கட்டளைகளை நீ கைக்கொள்வாயோ கைக்கொள்ள மாட்டாயோ என்று அவர் உன்னை சோதித்து உன் இருதயத்தில் உள்ளதை நீ സോദിച്ച്. അബ്രഹാമിനെ ദൈവം പരിശോധിച്ചില്ലേ? നിന്റെ ഏകജാതനെ തരുവാൻ നീ. ഇത് വിശ്വാസികൾക്കൊക്കെ ഉള്ളതാ, അല്ല നിങ്ങളിങ്ങനെ മെമ്പറാന്ന് പറഞ്ഞ് നടക്കില്ല. നിങ്ങൾക്ക് പരിശോധന വരും. നിങ്ങൾ എങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ദൈവികമായ കാര്യങ്ങൾ എത്രമാത്രം ആത്മാർത്ഥയോടെ ചെയ്യുന്നു, അതോ സ്വാർത്ഥതയ്ക്കാണോ സംഘടനയ്ക്കാണോ, ഇതൊക്കെ ദൈവം പരിശോധിക്കും. അതുകൊണ്ടാണ് അബ്രഹാമിനോട് പറഞ്ഞ് നിന്റെ ഏകജാതനെ കൊണ്ട് ബലിയർപ്പിക്കാൻ. അപ്പോഴവൻ ആരാന്നറിയത്തുള്ളൂ. ആ പരീക്ഷ അബ്രഹാം ജയിച്ചു. അതുകൊണ്ടാണ് വിശ്വാസികളുടെ എന്ന് പറഞ്ഞ പോലെ വിശ്വാസികളായ നിങ്ങൾക്ക് ചില പരീക്ഷ വരുമ്പോൾ നിങ്ങൾ ഒളിച്ച് കളിച്ചിട്ട് ഇവിടെ ഒന്ന് ഭക്തിയുടെ വേഷം കാണിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടു. അവസാനം സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പം ഇല്ല. ഇപ്പോൾ ഡോക്ടർ മോൺസനോ ഡോക്ടർ അത് ചികിത്സിച്ചില്ല, സുധാകരൻ വരെ ചികിത്സിച്ചു അല്ലയോ? ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പം അവൻ്റെ ഇല്ല, പിടിച്ചകത്തിട്ടില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പരിശോധനയിൽ ജയിച്ച സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഉദയശിലൊന്നും കയറാനൊക്കത്തില്ല. ഇവിടെ കിടന്നുകൊണ്ട് നമുക്ക് ഭാഷമാർ മുമ്പിലോ പിന്നെ അമ്മച്ചിമാരുടെ മുമ്പിലോ വേഷം കാണിച്ച് നടക്കാം. പക്ഷേ എന്ത് നീ കിടന്ന് വിറയ്ക്കും അടുത്ത പരിശോധന വരുമ്പം. പക്ഷെ പരിശോധന ജയിച്ചവനാണെങ്കിൽ ആ പരിശോധന നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിനാണ് ഈ 40 വർഷത്തെ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ വർഷപ്പഴക്കം പറയാനായിട്ടല്ല, നമ്മളെ പരിശോധിച്ച് കൊള്ളാവുന്നവനായി. അങ്ങനെയല്ലേ യാക്കോബ് പറയുന്നത്? കൊള്ളാവുന്നവനായി പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവൻ. അതിനാണ് ഈ മാർഗം. അല്ലാതെ പലരും പറയുന്നുണ്ട് CPM ഒരുത്തിനെ വന്ന് അവനെ അടിച്ചൊതുക്കളയും, അവൻ്റെ ഒരു താലന്തും പ്രവർത്തിക്കാൻ സമ്മതിക്കത്തില്ല, അല്ലേ? അതാ ശരി. പുത്രനെ തകർക്കുവാൻ ദൈവത്തിന് മനുഷ്യൻ തകർത്താലും ദൈവം പൊക്കിക്കൊണ്ടുവരും. മനുഷ്യൻ തകർത്തുന്നിരിക്കട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പൊക്കും. അതാ ദൈവം ആഗ്രഹിക്കും. അപ്പോൾ മനുഷ്യനെ കൊണ്ട് നമ്മൾ തകർക്കുക അത് ദൈവം പദ്ധതിയാണ്. മറ്റു ബന്ധുക്കോസിൽ അതില്ല. എന്ത് കാരണം? അവിടെ എല്ലാവരും അവനവൻ പിടിയാണ്, അവനവൻ കടമ്പ, അല്ലേ? അവനവൻ കടമ്പ പൊത്തോ. ഇവിടെ അതല്ല, ഒരുത്തൻ അനങ്ങിയാൽ ഇരിക്കണമെന്ന് പറയും. ഞാൻ പറഞ്ഞില്ല, വിൽസം ഭാഷ പ്രസംഗിച്ച കൂട്ടത്തിൽ ഏതാണ്ട് കാര്യങ്ങൾ പറഞ്ഞ അപാകത ഭാഷ പിടിയുടെ അവിടെ എന്ന് പറഞ്ഞു. വേറെ വല്ലതും അന്ന് വേറെ വിട്ട് പോകത്തില്ലേ? അതാണ് ഈ മാർഗം.
പാഷ ആൽവിനെ ഇരുത്തിയിട്ടില്ലേ? പാഷ പോൾ ആൽവിനോട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പാഷ AC തോമസിനോട് ആൽവിൻ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പാഷ KC വർഗീസിനോട് പാഷ AC തോമസ് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് ഈ മാർഗം. അവിടെ നമുക്ക് വലിപ്പഭാവമില്ലെങ്കിൽ തന്നെ ഇപ്പോൾ നാളെ എന്നോട് സെൻട്രൽ പാഷ പറയും ചെറിയാകുഞ്ഞിന് സഭയില്ല, വന്ന് സെൻട്രലിൽ ഇരുന്നോളാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ വന്ന് കുമ്പളിലിരിക്കാനാണ് താന്നോ? നാളെ സഭയൊന്നുമില്ല. ഇനി കംപ്ലൈൻറ്റ് ഇല്ലെങ്കിലും ചില കംപ്ലൈൻറ്റൊക്കെ കേൾക്കുന്നു, അല്ലെങ്കിൽ എന്ത് തീരുമാനം ചെയ്താൽ ഓക്കെ. എടി എവിടെ ഇരുന്നാലും എൻ്റെ കർത്താവ് നമ്മളുണ്ടെങ്കിൽ അതല്ല വിഷയം. എവിടെ ഇരുന്നാലും പ്രവൃത്തി നടക്കേണ്ടത് പൗലോസ് ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴാണ് ഏറ്റവും വലിയ പ്രവൃത്തി നടന്നത്. ഈ വെളിപ്പാട് നമുക്കുണ്ടെങ്കിലേ നമുക്ക് ഏത് പരിശോധനയും, നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൻ എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു, എന്നെ തകർത്തിടാൻ താതരിഷ്ടമെങ്കിൽ ഈ പാട്ടെഴുതിയ മനുഷ്യൻ, ഈ പാട്ടെഴുതിയ ആള് താമ്പ്രത്തെ ഒരു ഗ്രേസ് ഹോസ്പിറ്റലിൽ കാലെല്ലാം പഴുത്ത് മരണാസനത്തിൽ കിടക്കുമ്പോൾ പുള്ളിക്കാരൻ മദ്രാസ് പാസ്റ്റർ ടിയുവിന് ഫോൺ ചെയ്തു. ഞാനിങ്ങനെ ഒരു പഴയ വേലക്കാരനാണ്, ഇപ്പോൾ രോഗിയായി മരണത്തുടങ്ങി, നിങ്ങളുടെ ഒരു ഭാഷ അയച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭാഷ ബസ്സിലേ വിട്ടു. താമ്പ്രത്ത് ഗ്രേസ് ഹോസ്പിറ്റലിൽ പോയി ഇദ്ദേഹത്തിൻ്റെ കഷ്ടാവസ്ഥ കൊണ്ട് ഭാഷ ബസ്സിൽ കരഞ്ഞു പോയി. ആ കരച്ചിലോടുകൂടി ഭാഷ ബസ്സിൽ ഈ പാട്ട് പാടി, അതാ എൻ്റെ കഷ്ടങ്ങൾ. പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഈ പാട്ട് ആരെഴുതിയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ ചോദിച്ചു. അപ്പോൾ ഭാഷ ബസ്സിൽ പറഞ്ഞാൽ ഞങ്ങളുടെ പഴയ ഭാഷന്മാരാരാണ്ട് എഴുതിയതാണെന്ന് പറഞ്ഞു. ഇത് പറയുകയും ഈ കടന്ന രോഗി കണ്ണിക്കൂടെ കൂടാന്ന് കണ്ണീര് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ തന്നെ എഴുതിയതാണ്, ഞാൻ TPMലെ അവസാനത്തെ പാട്ട് എഴുതിയതായിരുന്നു. TPMലെ പ്രമുഖനായ ഒരു ഭാഷയായിരുന്നു. ഭാഷ PP മാത്യു എന്ന് കേട്ടിട്ടില്ലേ? അന്ന് ഭാഷ ആൽവില്ലേ മുതൽ ഭാഷ PP മാത്യുവിനെ അറിയത്തില്ലേ? ഭാഷ ആൽവിൻ്റെ കാലം കഴിഞ്ഞാൽ അത് അടുത്ത സ്റ്റേജിൽ നിൽക്കുന്ന മനുഷ്യനാണ്. ഇതുമാത്രം പാട്ടെഴുതിയ മനുഷ്യൻ അവസാനം ഈ പാട്ടെഴുതി, എൻ്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ ഞാൻ ഇന്നു ബോധമാ എൻ്റെ ഇഷ്ടമൊന്നും. നല്ല പാട്ടല്ലേ? ആ പാട്ട് എഴുതി പുള്ളി ഒരു വലിയ സഭയിൽ ഇരിക്കുകയായിരുന്നു. ആ വലിയ സഭയിൽ ഇരുന്ന സമയത്ത് ഈ പാട്ട് എഴുതി കഴിഞ്ഞപ്പോഴേ പുള്ളിക്കാരനൊരു ചെറിയ സഭയ്ക്ക് മാറ്റം കൊടുത്തു. പുള്ളിക്ക് സഹിക്കാനൊത്തില്ല. എന്നെപ്പോലെ ഒരു വലിയ പാസ്റ്റർക്ക് എന്നെ തരം താഴ്ത്തിയാന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ശ്രമപ്പെടുന്ന വെളിപ്പാട് തനിക്ക് നഷ്ടപ്പെട്ടു പോയി. പെട്ടെന്ന് തന്നെപ്പോലെ ഒരു വലിയ പാസ്റ്ററെ മനഃപൂർവ്വം നടത്തിപ്പോയാൽ തരം താഴ്ത്തിയാന്നുള്ളതായൊരു അപകർഷാബോധം വന്ന് താൻ വേറെ വിട്ടുപോയി. താൻ തന്നെ പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് ഞാൻ ദുഃഖിക്കുന്നു. എന്നിട്ട് പാസ്റ്റർ വെസിലോട് പറഞ്ഞ്, മോനെ ഒരു കാലത്തും ഇത് വിട്ടുപോകരുത്. പാസ്റ്റർ വെസിലോട് പറഞ്ഞു, ഒരു കാലത്തും ഇത് വിട്ടുപോകരുത്. ഇതാണ് യഥാർത്ഥ സത്യം, യഥാർത്ഥ നടത്തിപ്പ് എന്ന് പാസ്റ്റർ വെസ്ലി അന്ന് ഇത് പാസ്റ്റർ ടിയുവിൻ്റെ സഹായിയായിട്ടിരിക്കുക, മൂന്നാമത്തെ സ്ഥാനത്തിരിക്കുക. അപ്പോൾ നമുക്കൊരു ആത്മീയ വെളിപ്പാടുണ്ടെങ്കിൽ ഇത് മനസ്സിലാകത്തില്ല. നമ്മളെ താഴ്ത്തിയാൽ നമുക്ക് തന്നെ നഷ്ടം. മനുഷ്യൻ താഴ്ത്തിയാലും താഴ്ന്നു. ഇപ്പോൾ ദാനിയേൽ ബെൽശസ്സർ എന്ന് പറഞ്ഞ രാജാവിൻ്റെ കാലത്തിൽ ആ രാജാവിന് ഇങ്ങനെ ഒരു ദാനിയേൽ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അവൻ്റെ അപ്പൻ്റെ കാലത്ത് ഉള്ള സംഭവങ്ങളെല്ലാം അവൻ്റെ അമ്മയ്ക്കറിയാം. അപ്പോൾ അവന് പ്രശ്നം വന്നപ്പോൾ ഈ ദാനിയേൽ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് പോലും അറിയത്തില്ല. അമ്മയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നോക്കണം. അപ്പോൾ ദാനിയേൽ വെളിപ്പെടുത്താൻ പോയോ? ഇവിടെ ഞാൻ പഴയ കാലത്ത് വലിയ ഭാഷ, ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ സീനിയർമാരെയൊക്കെ കോൺഗ്രസ്സിലൊക്കെ തരം താഴ്ത്ത സമയമല്ലേ? തരം താഴ്ത്തല്ല. ഇപ്പോൾ അവർക്ക് എന്തോ ഒരു പ്രശ്നമാണ്. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടവരാണ്. ഇവിടെ കഷ്ടപ്പെട്ടവർ വിശ്രമിക്കട്ടെ, അതല്ലേ നല്ലത്. അതിന് പകരം പേര് പോകും, സ്ഥാനം പോകും, എന്തെല്ലാം ബഹളമാണ്. ഇവിടെ നീ അറിയപ്പെടേണ്ട സമയത്ത് ദൈവം അറിയിച്ചോളും. നിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ദാനിയേലിന് കൊടുത്ത് വരം നഷ്ടമായില്ലല്ലോ. അപ്പോൾ അവൻ കഷ്ടത്തിലായി. ബെൽശസ്സർ രാജാവ് കഷ്ടത്തിലായി. അവൻ അസ്വസ്ഥയോട് നിറഞ്ഞു. മെനെ മെനെ തെക്കൽ ഫാർസിൽ ഏപ്പ് തിരിഞ്ഞു പോയെന്നല്ലേ? അവൻ്റെ ഏപ്പ് പോലും തിരിഞ്ഞു പോയി. ദൈവത്തിൻ്റെ ന്യായവിധി അവൻ്റെ മേൽ വന്നു, നികളം. അപ്പോഴെന്ത് ചെയ്തു? അമ്മരാജ്ഞി വന്നിട്ട് പറഞ്ഞു, നിൻ്റെ അപ്പൻ്റെ കാലത്ത് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരുത്തൻ ഉണ്ട്. അപ്പോഴാണ് വിളിച്ചത്. ഉടനെ ഇവന് ഓഫറിംഗ് എല്ലാം ചെയ്ത് നിനക്ക് മൂന്നാമത്തെ സ്ഥാനം തരും,
പിന്നെ പട്ടുവസ്ത്രം അണിയിക്കും. അതൊക്കെ ഇരുന്നോണ്ട് രാജാവേ, ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാണ്, ഇതൊന്നും വേണ്ട, ആലോചന പറയാം. അപ്പോൾ ആലോചനയുള്ള മനുഷ്യനെന്നും അവൻ ആലോചന കർത്താവാണ്. അതിനാര് താഴ്ചയാലും താഴ്ത്തപ്പെടത്തില്ല. തന്നെത്താൻ ഉയർത്തുന്നവൻ മാത്രമേ താഴ്ത്തപ്പെടുത്തൂ. തന്നെത്താൻ താഴ്ത്തുന്നവനും അവിടെ നിങ്ങളെ ആരും മാനിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, ഞങ്ങളെ പൊക്കുന്നില്ല, ഇതൊന്നുമല്ല ഈ മാർഗം. ഇതാണ് മറ്റു സഭകളുടെ പ്രശ്നങ്ങൾ. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു വേലക്കാരൻ ഇവിടെ പോരാ, പ്രസംഗിക്കാൻ സമയം കിട്ടുന്നില്ല, ഇവിടെ നമുക്ക് അംഗീകരണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി പോയി. പവർ വിഷനിലും ഒക്കെ ശക്തമായി പ്രസംഗിച്ചിട്ട് നടന്നതാണ്. കഴിഞ്ഞ ദിവസം എന്നെ കാരക്കൽ ജോസ് വിളിച്ച് പറഞ്ഞു, എൻ്റെ ചായ ആകെ പരിതാപകരമായിപ്പോയി, ഇപ്പോൾ അവനെ ഏറ്റു പറഞ്ഞുകൊണ്ട് നടക്കുക. ഞാൻ പെന്തിക്കോസ്ത് മിഷനിലെ വേലക്കാരനായിരുന്നപ്പോൾ ഒരു കറുത്ത കരം എന്നെ പിടിച്ച് ഫെയ്ത്തോവിൻ്റെ വെളിയിൽ കൊണ്ടിറക്കി കളഞ്ഞു. അങ്ങനെ എൻ്റെ മനസ്സ് മാറിപ്പോയി. ഇപ്പോൾ എനിക്ക് വലിയ ദുഃഖമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത പരുവത്തിൽ. ഇപ്പോൾ പിശാചിങ്ങനെ ചെല്ലും വഞ്ചിക്കുന്നത് എന്താ കാരണം? നീളം. ഞാൻ ആ സഹോദരനോട് അന്നേ പറഞ്ഞു, എൻ്റെ സഭയൊന്ന് ആദ്യം പ്രസംഗിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ല, ഇത് ശരിയല്ല, നീ മറ്റ് പെന്തിക്കോസ്തുകാരെ കുറ്റം പറയരുതേ, മറ്റ് പെന്തിക്കോസ്തുകാരെ പാസ്റ്റർമാരെ തരം താഴ്ത്തില്ല, അവർക്ക് ദൈവം കൊടുത്ത കൃപയ്ക്കെത്തുന്ന അവർ ചെയ്യട്ടെ, നീ അങ്ങനെ പ്രസംഗിച്ചാൽ നീ അവരുടെ കൂട്ടത്തിൽ പോകേണ്ടി വരും. പണ്ട് പാസ്റ്റർ കെ.സി. വർഗീസ്, പാസ്റ്റർ സി ജോണൊക്കെ പറയുമായിരുന്നു, നിങ്ങൾ മറ്റുള്ള പെന്തിക്കോസ്തുകാരെ തരം താഴ്ത്തുകയും അവർ കല്യാണം കഴിച്ചവരാന്ന് പറഞ്ഞ് അവരെ അവഹേളിക്കുകയും ചെയ്യാൻ പോയാൽ നാളെ നീ പോയിരിക്കും എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർ റോസൊക്കെ ഈ മാർഗത്തെ വിട്ട് പോയപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട്, റോസല്ല വേറെ പാസ്റ്റർ, അദ്ദേഹത്തിനെതിരായിട്ട് നമ്മുടെ ചില പൊതു വേലക്കാർ ഉത്സാഹത്തോടെ പ്രസംഗിക്കുക, ആൾ പിന്മാറ്റക്കാരനാണ്. അപ്പോൾ പാസ്റ്റർ സി ജോൺ, പാസ്റ്റർ കെ.സി. വർഗീസൊക്കെ ശാസിക്കും. അവർ പറയും, അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ വിമർശിച്ച് പ്രസംഗിച്ചാൽ നിങ്ങൾ ആ കൂട്ടത്തിൽ പോകും. ഞാൻ ഈ കാര്യം എന്നോട് പറഞ്ഞു. എപ്പോഴാണ്? 8 വർഷം മുമ്പ്, 8 4 വർഷം മുമ്പ് ആദ്യമായിട്ട് എൻ്റെ സഭയെ കൊണ്ട് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുത്, കാരണം അവിടെ പല പെന്തിക്കോസ്തിലെ പാസ്റ്റർമാരും നിരഞ്ഞിപ്പോണ്ട്. അന്ന് ഞാൻ പ്രസംഗം കഴിഞ്ഞ് വിളിച്ച് ആ സ്റ്റേജിൽ തന്നെ വിളിച്ച് പറഞ്ഞു, നിർത്തിക്കുമോ, ഇത് ശരിയായ ആത്മാവല്ല, നീ അവസാനം ഇവിടെ കാണത്തില്ലെന്ന് പറഞ്ഞു. രണ്ടാമത് പ്രസംഗിക്കാൻ പോയപ്പോൾ ദൈവത്തിനോട് പറഞ്ഞ് അവനെ വിളിക്കേണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ കാരയ്ക്ക് ജോസിനെ വിളിച്ച് പറഞ്ഞു, ഇല്ല, രക്ഷയില്ല, അവൻ തിരുത്താൻ സാധ്യതയില്ല. അതുകൊണ്ട് അപ്പോൾ ഇവിടെ ആവശ്യം നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞില്ല, അവരവരുടെ വേലയായിട്ട് ഓരോരുത്തർക്കും വിളിച്ചത്തോണം അവരവർ ചെയ്യട്ടെ. നീ എന്തിനാ മറ്റുള്ളവരെ കുത്തി പറയാൻ പോകുന്നത്? നിനക്കുള്ളത് നീ വ്യാപാരം ചെയ്യും. ഇതാണ് ഭാഷ പോളുമൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ നിങ്ങൾ താഴ്ത്താൻ പോകണം, നിനക്കുള്ള ടാലൻറ്റുകൾ നീ കാണിക്കുക. അപ്പോൾ അങ്ങനെ പ്രകാശിച്ച് വരുമ്പോൾ കരിന്തിരി വെട്ടും. വേദോസിലുണ്ടല്ലോ, പ്രകാശിച്ച് വരുമ്പോൾ കുറേ കരിന്തിരി ഉണ്ടാകും, അപ്പോൾ അത് വെട്ടിക്കളയും. അതിനാണ് നടത്തിപ്പുകാരും കത്രിയും വെച്ചിരിക്കുന്നത്. അത് നിന്നെ ദ്രോഹിക്കാനല്ല. അപ്പോൾ പ്രകാശം കൂടും. ചിലപ്പം അതെല്ലാം എടുത്ത് മാറ്റി കുറച്ച് നേരം വയ്ക്കും, എന്നിട്ട് എല്ലാം ശുദ്ധീകരിച്ചിട്ട് വീണ്ടും എണ്ണ ഒഴിക്കും. അത് വിശ്വാസികളെ നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ വേലക്കാർക്ക് മാത്രമാണ്. വേലക്കാരോട് നിങ്ങൾ പറക്കണ്ടേ? വേലക്കാർ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ പോകണ്ടേ? അത് ഞങ്ങളിങ്ങനെ ചില വിശ്വാസികൾ വേലക്കാർ നോക്കണം, അവർ കറക്റ്റായിരിക്കണം. ഞങ്ങളുടെ പിള്ളേരും അതൊക്കെ അപകടം കേട്ടോ. അതുകൊണ്ട് അവനവൻ്റെ കാര്യങ്ങൾ നോക്കി ദൈവേഷ്ടത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ നടത്തിക്കോളും. അതിൻ്റെ വലിയ, അതുകൊണ്ടല്ലേ ഞാൻ ഈ മാർഗ്ഗം ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. ഒരു ദിവസം പോലും ഞാൻ ഈ മാർഗ്ഗത്തെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. ഞാനാണെങ്കിൽ എത്രയോ പെന്തിക്കോസ്തുകാരുടെ ഗ്രൂപ്പുകൾ ഒരുപോലെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് പലരും, പാസ്റ്റർ കെ.സി. ജോണൊക്കെ ചിലപ്പോൾ നമ്മുടെ ഫെയ്ത്തുകളൊക്കെ വരാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ചില നമ്മളൊക്കെ ചെയ്യും ചിലപ്പോൾ. എന്നാലും അവർ നമ്മുടെ സഹോദരങ്ങൾ പ്രവർത്തിക്കട്ടെ. പക്ഷെ അതുകൊണ്ട് ഈ സത്യം ഇല്ലാതാകും. ഞാൻ വിശ്വാസിയായിരിക്കുമ്പോൾ ഒരു സ്വതന്ത്ര പാസ്റ്റർ 42 സഭയുണ്ട്. മാവേലിക്കര കുഞ്ഞമ്മ പാസ്റ്റർ, നല്ല മനുഷ്യൻ, നമ്മുടെ ഇതിൽ നിന്ന് പോയി വിശ്വാസിയായിരുന്നു, പോയി നമ്മുടെ ഉപദേശം തന്നെ സ്ഥാപിച്ച മനുഷ്യനാണ്. ഞാൻ വിശ്വാസിയായിരിക്കും, എൻ്റെ പുള്ളി വിളിച്ചു, ചെറിയാകും ഞാൻ എൻ്റെ കൂടെ നിൽക്കണം, നമ്മുടെ ഉപദേശം തന്നെ പറയുന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് ഇത്രയും കൃപയുള്ള ഒരാൾ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അച്ഛാ, എനിക്ക് ദൈവം ഇതാണല്ലോ തന്നിരിക്കുന്നത്, എല്ലാപ്പെട്ട വിശുദ്ധന്മാരോട് കൂടെ കഷ്ടം അനുഭവിച്ചുള്ള വേലയാണല്ലോ ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. അതേപോലെ ശരിയാണെന്ന് പറഞ്ഞു. ഞാനിപ്പോഴും TPM-കാരൻ തന്നെ, CPM-കാരെന്ന് പറഞ്ഞു. ചെറിയാകുഞ്ഞ് പൊക്കെ പോയി വേലകളാണ്. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞു, ചെറിയാകുഞ്ഞ് വന്നാൽ എൻ്റെ സ്ഥാനം കഴിഞ്ഞ് അടുത്ത സ്ഥാനം തരാം. ഞാൻ വിശ്വാസിയായിരിക്കുമ്പോഴാണ് അടുത്ത സ്ഥാനം തരാം. 42 സഭയോളം അന്നുണ്ട്. വിദേശത്ത് പല സഭകളുണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യം വിദേശത്ത് പോവാം. കരിസ്മാറ്റിക്കാർ പറഞ്ഞു, ഒരച്ഛൻ പറഞ്ഞു, നിൻ്റെ ഇവിടുത്തെ പ്രസംഗത്തിൻ്റെ പകുതി പോയി ഞാൻ ഇവിടെ വേണ്ട, അല്ല അവിടെ വേണ്ട, നീ പോരെ, മുഴുവൻ ലോകത്തും പോയി പ്രസംഗിച്ചു. ഇവിടെ അതിനാണ് വന്നിരിക്കുന്നത്. ഇത് കർത്താവിനോട് കഷ്ടം അനുഭവിക്കാനും തൻ്റെ സ്വഭാവം പ്രാപിക്കാനും വന്ന നമ്മുടെ സ്ഥാനത്തിന് വേണ്ടിയാണ്, അല്ലല്ലോ. അപ്പോൾ ഈ വെളിപ്പാടുണ്ടെങ്കിൽ മാത്രമേ ഈ മാർഗത്തിൽ നമുക്ക് തുടർന്നു പോകാൻ
കഴിയുള്ളൂ. ചിലപ്പോൾ ചില കുറേകൾ കഴിയുമ്പോൾ ഞാനും മിടുക്കനാണ്. എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തമ്പുരാൻ താഴ്ത്തിയത് കൊണ്ടാണ്, അല്ലെ വിശുദ്ധന്മാരെ കൂടെ താഴ്ത്തിയത് കൊണ്ടാണ് ഇന്നെനിക്ക് സന്തോഷത്തോടെ ഇപ്പോഴും ഇതിനകത്ത് യാത്ര ചെയ്യാൻ കഴിയുന്നത്. നാളെയും നടത്തിപ്പാർ വരട്ടെ, സഭയിലെന്ന് പറഞ്ഞാൽ എന്നാ യേശുവില്ലാതെ വരത്തില്ലല്ലോ. നോക്കണം, ചിലപ്പോൾ നമ്മൾ ആരാന്നറിയാൻ വീണ്ടും ആ വാക്യം വായിച്ച്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 അതിനെല്ലാം ന്യായം പറഞ്ഞ് കള്ളത്തരം പറഞ്ഞൊക്കെ പോയ ഒരു ദിവസം ദൈവം വീടിൻ്റെ വിട്ട് പോകേണ്ടി വരും. അങ്ങനെയാണ് പലരും ഇതിനകത്തുനിന്ന് പോകുന്നത്. അല്ല, താഴ്മയോടെ ജീവിക്കാൻ വന്നവർക്ക് ഇത്രയും നല്ല സൗഭാഗ്യമായ മാർഗം വേറെ ഉണ്ടോ? രാവിലെ എഴുന്നേൽക്കണം, 4 മണിക്ക് ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചില്ലെന്ന് വരും, ഇല്ലേ? രാത്രി 12-1 മണി വരെ ചിലപ്പം വീട്ടുകാര്യങ്ങൾ നോക്കി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 4 മണിക്ക് ഞങ്ങൾക്കതല്ലോ 4 മണിക്ക് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുക, അതൊരു വലിയ കാര്യമല്ലേ? വീണ്ടും 6 മണിക്ക് പ്രാർത്ഥന. വിശുദ്ധന്മാർ വെച്ചിരിക്കുന്ന നിയമങ്ങൾ നമുക്ക് നല്ലതല്ലേ? പാട്ടുപാടി പ്രാർത്ഥിക്കുന്നതിനാണ് തെറ്റ്? ഒരു കുടുംബം നടത്താൻ എന്തെല്ലാം കഷ്ടമാണ് നിങ്ങൾക്കറിയാം. ഒരു സ്ത്രീയാണ്, അല്ലേ? രാവിലെ എഴുന്നേറ്റ് പിള്ളേരെ നോക്കണം, അത് നോക്കണം, പശുവുണ്ട് അത് നോക്കണം, കോഴി നോക്കണം, അത് നോക്കണം, പിന്നെ തുണി അലക്കണം, എന്തെല്ലാം ജോലിയാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ സമയമുണ്ടോ? എന്തെല്ലാം മെനക്കേടുകൾ. ഇത് താഴ്മയോടെ ജീവിക്കാൻ പറ്റിയ മാർഗമാണ് ദൈവത്തിൻ്റെ ഭവനം. പാട്ടുപാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തി നല്ല ഭക്ഷണമല്ലേ? പല വീടുകളിലും പല ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളുടെ ഒരിക്കലൊരു ജഡ്ജി ഫെയ്ത്തോലോ വന്ന് ഭക്ഷണം കഴിഞ്ഞ് പുള്ളിയുടെ കണ്ണ് നിറഞ്ഞു. എന്നാന്ന് ചോദിച്ചു. എൻ്റെ അച്ഛാ ഇത്രയും രുചിയായിട്ട് ഇതുവരെ ഈ അടുത്ത കാലത്ത് കഴിക്കാൻ ഒക്കത്തില്ല. കാരണം എന്താ? വേലക്കാരത്തി അല്ലെങ്കിൽ ഒരാൾ വന്ന് ഉണ്ടാക്കി കൊടുത്തരും, ഒരാഴ്ച ഫ്രിഡ്ജ് വയ്ക്കും, ഞാൻ ചൂടാക്കി കഴിച്ചുകൊണ്ടിരിക്കും. ഭാര്യ വേറെടുത്താണ് നോക്കണം. അങ്ങനെ എന്തെല്ലാം. അപ്പം ഏത് രീതിയിലും താഴ്മയായി ജീവിക്കാൻ പറ്റിയവർക്കുള്ള പക്ഷേ നിഗളികൾക്ക് പറ്റത്തില്ല. നിഗളം കയറിക്കഴിഞ്ഞാൽ ഒന്നുകിൽ പിശാച് വരെ പുറത്തുകൊണ്ട് കളയും, അല്ല നീ താഴണം. അവർക്ക് ഏറ്റവും പറ്റിയ മാർഗമാണ്. എൻ്റെ സഹോദരി ഞാൻ വന്നതിന് ശേഷം 4 വർഷം ഞങ്ങൾ ഒന്നിച്ച് വിലയ്ക്ക് വന്നതാണ്. വരാൻ വന്നത്, പക്ഷേ ഫാദർ വിട്ടില്ല. ഫാദർ എന്ന സമുദായത്തിലായതുകൊണ്ട് ഞാൻ ചോദിക്കാതെ പോകുന്നു, പെങ്ങളെ വിട്ടില്ല. 4 വർഷം വീട്ടിൽ നിന്നു. ഒരിക്കൽ മദ്രാസ് വെച്ച് എനിക്കൊരു ദർശനം, ഒരു സ്വപ്നം കണ്ടു. എന്നെ കാണാൻ പെങ്ങളിങ്ങനെ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. സംഭവം എന്താ? അന്നിരുന്ന് നമ്മുടെ സഭയിലെ ഒരു മൂപ്പനും അച്ചായനോടും കൂടി ചേർന്ന് കല്യാണം ആലോചിക്കുക. അപ്പം മൂപ്പൻ പറഞ്ഞു, ചെറിയാങ്കുഞ്ഞ് പോയത് കുഴപ്പമില്ല, പക്ഷേ റോസമ്മയൊക്കെ പോയാൽ അവിടെ നിന്ന് പിടിക്കാൻ ഒക്കത്തില്ല, അതും എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ കല്യാണമൊക്കെ ആലോചിച്ച് ഉറപ്പിക്കുമ്പോഴാണ് ഞാൻ സ്വപ്നം കാണുന്നത്. എന്നെ കാണാൻ വലിയ താല്പര്യം. ഞാൻ പാസ്റ്റർ MG എബ്രഹാം ചെന്ന് പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. വേലയ്ക്കുള്ള ആളാണെങ്കിൽ ഒട്ടും താമസിക്കുന്നു. ഞാൻ ചെന്നു 2 മണിക്കൂർ രാത്രിയിൽ 9 മുതൽ 11 വരെ രാത്രിയിൽ വീട്ടിലിരുന്ന് സംസാരിച്ചു. ഈ വേലയുടെ മഹത്വവും ഇതിൻ്റെ കഷ്ടപ്പാടും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഒരാങ്ങൾ ഇതിനകത്തുണ്ടെന്നും പറഞ്ഞ് വന്നേക്കരുത്. സുവിശേഷ വേലയ്ക്ക് വന്നതിന് ശേഷം വഴി വെച്ച് കണ്ടാൽ പോലും ഞാൻ എൻ്റെ മുഖം തരത്തില്ല. മിണ്ടാൻ വന്നാൽ ഞാനങ്ങ് പോകും. അതുകൊണ്ട് എന്നെ പ്രതീക്ഷിക്കേണ്ട. ഇതിനകത്തൊന്ന് കഷ്ടം അനുഭവിച്ച് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ വന്നേക്കാൻ പറഞ്ഞു. വേലയ്ക്ക് വന്ന് വടക്കേന്ത്യയ്ക്ക് വിട്ടു. 2-3 വർഷം അടയാറുണ്ടായി. പിന്നെ വടക്കേന്ത്യയ്ക്ക് വിട്ടു, ഡൽഹിയിൽ. ഇടയ്ക്ക് എനിക്ക് വീട്ടിലെ പേര് വെച്ച് എഴുതും. എൻ്റെ വീട്ടിലെ പേര് വെച്ച് പഴയ ആങ്ങളേക്ക് എഴുതും. ഞാൻ മറുപടിയെ കൊടുത്തിട്ടില്ല 5 വർഷം. അന്ന് സെൻട്രൽ പാഷൻ പറയും, എൻ്റെ ചെറിയാങ്കുഞ്ഞ് ഇവിടെ കഷ്ടത ഉള്ള സ്ഥലത്താണ് പെങ്ങളിരിക്കുന്നത്, വല്ലപ്പോഴും പൈസ അയച്ചുകൂടെ. എത്ര പേരങ്ങനെ പെങ്ങന്മാർക്ക്? ഞാൻ പറഞ്ഞ്, എനിക്കങ്ങനെ പെങ്ങളില്ലല്ലോ. ദൈവം വിളിച്ചെങ്കിൽ ദൈവം നടത്തിക്കോളും. 5 രൂപ ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റി? പുതിയ വേല സ്ഥലത്തെല്ലാം പോയി വേല പഠിച്ചു. മരുഭൂമിയിൽ രാജസ്ഥാനിലൊക്കെ കടന്ന് പുതിയ വേലകൾ തുടങ്ങി. നല്ല ഹിന്ദിയിൽ പ്രസംഗിക്കാൻ പഠിച്ചു, സഭ നടത്താൻ പഠിച്ചു. ഇപ്പോൾ ഒരു ശല്യവും ഇല്ലല്ലോ. അല്ല, തുടക്കത്തിൽ നമ്മൾ ഏണി വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എനിക്കും കഷ്ടകാലമായതിന് അവർക്ക് കഷ്ടമല്ല. 5 വർഷം ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരിക്കൽ അടയാറിൽ വെച്ച് ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ എന്നെ കാണാൻ നിന്നു. ഞാൻ മോൻ കൊടുത്തില്ല. 2ാമത്തെ ആഴ്ചയിൽ നിന്നു. 3ാമത്തെ ആഴ്ചയിൽ സെൻട്രൽ മദർ അന്നമ്മ ചെറിയാനൊക്കെ ഇറങ്ങി. ചെറിയാകുഞ്ഞ് ഇത്ര വലിയ പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ, അവൾ പെങ്ങളൊന്നുമല്ല, ഇവിടുത്തെ ഒരു സഹോദരിയാണ്. എന്നോട് പറയാ, അന്നമ്മ ചെറിയാനൊക്കെ പറയാ, ചെറിയാകുഞ്ഞിൻ്റെ പെങ്ങളൊന്നുമല്ലല്ലോ, ഇവിടുത്തെ ഒരു സഹോദരിയല്ലേ, പിന്നെ സംസാരിച്ചെന്താണെന്ന് ചോദിച്ചു. എന്തിനാന്ന് പറയാം. ഇംഗ്ലീഷിൽ പറയും,
ബിഫോർ കൈൻഡ്നെസ് ക്രൂവാലിറ്റി ഈസ് വെരി ഗുഡ് എന്ന് പറയും. അതായത് ദയ കാണിക്കുന്നതിന് മുമ്പ് ഒരു കഠിനത ആവശ്യമാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ നമ്മളെ ചികിത്സിക്കും പറയത്തില്ല, അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത്, എന്തോ ആ രോഗിയുള്ള പിണക്കം കൊണ്ടാണ്. ആ രോഗിയെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഇങ്ങനെ ആയാൽ രക്ഷപ്പെടുത്താം, അതാ വെളിപ്പാട്. അല്ല എൻ്റെ പെങ്ങളാന്ന് പറഞ്ഞ് കാശും കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ബോർഡും വിളിച്ച് അന്വേഷിച്ചാൽ ഇന്ന് ആ സ്ഥാനത്ത് കാണത്തില്ല. ഇപ്പോൾ ഡൽഹിയിലാണ്ട് 30-35 വർഷത്തോളം ഡൽഹി സെൻറ്ററിൽ തന്നെ കുഴപ്പമില്ല. അന്ന് എന്നെക്കുറിച്ച് പറയുമായിരുന്നു ഈ മൂപ്പൻ അച്ചാനോട്, എറിയാകുഞ്ഞ് പിന്നെ സാരമില്ല, പൂച്ചയെ പോലെ എടുത്തിട്ട് 4 കാല് നിന്നോളും, വകുപ്പ് പഠിച്ചെന്ന് പറഞ്ഞു. പക്ഷേ റോസമ്മയല്ല. പക്ഷേ റോസമ്മ ഇന്ന് അതേ 4 കാലം നിൽക്കാൻ പഠിച്ചു. എങ്ങനെ? കർത്താവിനോട് പഠിക്കണം. ഇതുപോലെ നാം ദൈവത്തോട് പഠിച്ചെങ്കിൽ നമുക്ക് അവസാനം വരെ നിൽക്കാനൊക്കെ. അതുകൊണ്ട് കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത ഇതാണ് ഇക്വേഷൻ. വായിച്ച റോമാലേഖനം 8 അല്ലേ? കഷ്ടത സഹിഷ്ണുതയും 5-ാം അധ്യായം 3-ാം വാക്യം. റോമർ 5:3. കഷ്ടത സഹിഷ്ണുതയെയും, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സഹിഷ്ണുത സിദ്ധതയും. സിദ്ധത എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ ഉണ്ടാകുക. കഷ്ടത സഹിഷ്ണുത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സിദ്ധത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ എന്നില്ലേ? നല്ല അനുഭവങ്ങളാണ് ഈ മാർഗത്തിലെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത്. സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അവരാണ് പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ കഴിയും. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഇതാണ് ക്രിസ്ത്യൻ ജീവിതം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവസാനത്തിൽ നല്ല രീതിയിൽ പര്യവസാനിപ്പിക്കാൻ വിശ്വാസിക്കായാലും വേലക്കാർക്കായാലും കഴിയുള്ളൂ. അങ്ങനെ നാം നല്ല രീതിയിൽ അവസാനിപ്പാൻ വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിനിയോഗിക്കുക. വലിയൊരു നടത്തിപ്പുണ്ടിനകത്ത്. ആ നടത്തിപ്പ് യേശുവിനെ ക്രൂശിൽ വെച്ച് പോലും തറച്ചപ്പോഴും പിതാവ് മോം മറച്ചുണ്ടെങ്കിൽ ചിലപ്പോൾ നടത്തിപ്പുകാർ നമുക്ക് മോം മറയ്ക്കും, കഠിനമായിട്ട് ഇടപെടും. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ ഇതുപോലെ ഈ ഇന്നത്തെ വൈറസ് പോലെ, നിപ്പ വൈറസ് പോലെ ഒരു വലിയ വൈറസിന് അറ്റാക്കായി നമ്മുടെ വിശ്വാസികൾ പലരും കിടക്കുക. 36 പേര് കെല്ലീസിൽ വൈറസ് അറ്റാക്ക് കിടക്കുക. ദേശത്തിൽ ഒരുപാട് മരണം, ഈ കോവിഡിൻ്റെ മരണം പോലെ ഒന്ന് തമിഴ്നാട്ടിൽ മരണം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിശ്വാസികൾ മരിച്ചിട്ടില്ല, പക്ഷേ സീരിയസ് ആയി കിടക്കുക. ഞങ്ങളൊരു ബ്രദേഴ്സ് പ്രയറിന് കഴിഞ്ഞിട്ട് ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ രാവിലെ എനിക്കും കയറി ഈ ഫീവർ പിടിച്ചു. മണിക്കൂർ കൊണ്ട് ചത്തുപോകും. ഞാനിങ്ങനെ വളരെ സഫർ ചെയ്തുകൊണ്ട് ഈ സമയത്ത് സെൻട്രൽ പാഷ അടുത്ത ബിൽഡിങ്ങിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. MG എബ്രഹാം, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പോലെ നിൽക്കുക. എല്ലാത്തിനും ഞാനുണ്ട്. ആ പുള്ളിക്കാരനും വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. താൻ എൻ്റെ മുറിയുടെ അടുത്ത് വന്ന് ഇതിൽ മുറി കയറിയപ്പോൾ ഇവിടെ എൻ്റെ ഡോർമെറ്ററി കയറിയ സമയത്ത് ഒരു പുതിയ ആത്മാവ് വന്നു പിന്നെ കാണാൻ. അദ്ദേഹം ആ പുതിയ ആത്മാവിനോട് സംസാരിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് പുള്ളി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് വയലാക്കായ സെൻട്രൽ മദർ വയലാക്ക ചോദിച്ചു, അയ്യോ പാഷേ ചെറിയാമഞ്ചി ബ്രദറിന് പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചോദിച്ചു. ഞാനിപ്പുറത്ത് വിറച്ച് കിടക്കുക, ഏതാ ഇപ്പോൾ തീരുമെന്ന് പറഞ്ഞ് കിടക്കുക. ഈ പാഷ MG എബ്രഹാം പറഞ്ഞാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവനും ദൈവമായിട്ട് വലിയ അടുപ്പമാണ്, ഞാനങ്ങ് പോവാമെന്ന് പറഞ്ഞു. സാധാരണക്കാർക്കാണെങ്കിൽ പിടിക്കുമോ? പക്ഷെ ഞാനതേ പിടിച്ചു. ഏതാ താൻ പ്രാർത്ഥിക്കാതെ പോയല്ലേ പിടിച്ചത്, അവനും ദൈവമായിട്ട് വലിയ അടുപ്പമാണെന്ന് പറഞ്ഞ് ഞാൻ അതേ വാക്യത്തെ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ സ്തോത്രം ചെയ്തിങ്ങനെ ഇറക്കുമ്പോഴും അപ്പോഴും ഇറക്കിയാണ്. അപ്പോഴാണ് പാസ്റ്റർ KG ജോർജ്, ഫ്രാൻസിൽ വെച്ച് മരിച്ചുപോയ നമ്മുടെ റീച്ചൽ ജോർജിൻ്റെ ബ്രദർ അല്ലെങ്കിൽ തേജുവിൻ്റെ അങ്കിള്, പുള്ളി യാദൃശ്യമായിട്ടൊന്ന് അവിടെ വന്ന് എൻ്റെ മുറിക്കകത്ത് കയറി എന്നോട് തൻ്റെ അനുഭവങ്ങളെല്ലാം അപ്പോൾ ഞാനും പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു. താൻ ഇറങ്ങിപ്പോയി. തൊട്ട് പിന്നാലെ ബ്രദേഴ്സ്, കെല്ലീസിലെ ബ്രദേഴ്സ് ഒരു 19 പേര് വരും പ്രാർത്ഥനയ്ക്ക്. അവർ വന്നപ്പോൾ ഞാനിങ്ങനെ കിടക്കുക. അതുകൊണ്ട് എൻ്റെ മുറിയോട് ചേർന്നുള്ള ആ മുറിയിൽ തന്നെ ഇവർ പ്രാർത്ഥനയ്ക്കിരുന്നു. ഇവരെല്ലാം ആത്മാവിലായപ്പോൾ ഞാൻ പോയിരുന്നു. ഈ വിറച്ചോടുകൂടി പോയിരുന്നു. ഇരുന്ന സമയത്ത് എനിക്കൊരു അഭിഷേകം ഉണ്ടായി. അഭിഷേകത്തിൽ എൻ്റെ പനിയൊക്കെ വിട്ടു, ഭയങ്കര ക്ഷീണമായി, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വന്ന 50 പേരെയും 25 ഗ്രൂപ്പാക്കി കർത്താവ് വിട്ടതുപോലെ 2 പേരെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ രോഗികൾക്കെല്ലാം പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 10-26 പേരുണ്ട്. ബൈക്കിൽ പോയി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു എല്ലാവരും. അങ്ങനെ ഈ വിശ്വാസികൾ സഹോദരന്മാർ ആ പ്രാർത്ഥന കഴിഞ്ഞ് അവർ പോയി പ്രാർത്ഥിച്ചു. 26 പേരും രക്ഷപ്പെട്ടു, ആരും മരിച്ചിട്ടില്ല. അപ്പം ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി. അതുകൊണ്ട് സെൻട്രൽ പാഷ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഞാൻ അങ്ങേർക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, എൻ്റെ മുറിയുടെ വാതൊക്കെ വന്നിട്ട് ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പുള്ളി പറഞ്ഞ് നല്ല പോയിൻ്റുണ്ട്. എന്താ? അവന് ദൈവമായിട്ട്
വലിയ അടുപ്പമായി, ഇപ്പം ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെന്ന്. ഇങ്ങനെ ആ ദൈവമായുള്ള ബന്ധം എത്ര അധികം പുലർത്തുന്നോ അതാണ് നമ്മുടെ നന്മ. അതിനാണെങ്കിലും ഈ കാലത്തിൽ പാസ്റ്റർമാർ വരുന്നോ അവർ വരുന്നോ പ്രാർത്ഥിക്കട്ടെ. പക്ഷെ എൻ്റെ ദൈവം എന്നോട് ഇതാ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ പാസ്റ്റർമാരോട് ഇരിക്കുന്നതാണ്, നിങ്ങളോടുകൂടെ ഇരിക്കും. വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവൻ മരിച്ചാലും ഇതല്ലേ വാഗ്ദത്തം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് എല്ലാവറ്റെയും ചെയ്യാൻ കഴിയും. ഒരു നിമിഷം കൂടെ കണ്ണടയ്ക്കുക.